ഞാൻ ഗാസക്കകത്ത് ഒരു തീ അയക്കും, അതിന്റെ അരമനകളെ അത് കത്തിച്ച് കളയും. സിറിയയുടെ രാജാവ് ഓടിപ്പോകും. ആന്റിക്രിസ്റ്റിന്റെ വരവിന് സിറിയ ഒരുങ്ങുന്നു. യഹൂദൻ സ്വന്തം ജനം, ബാക്കിയെല്ലാം ജാതികള്. 6000 വീടിന് വേണ്ടി ഇപ്പൊ നെതന്യാഹു കല്ലിട്ട് കഴിഞ്ഞു. എല്ലാ യഹൂദനും മടങ്ങി വരാം. ആമോസ് 2:5 ഞാൻ യഹൂദയ്ക്കകത്ത് തീ അയക്കും, യെരുശലേമിന്റെ അരമനകളെ കത്തിച്ചു കളയും. 2021 ഒക്ടോബർ 7 മുതൽ ഈ ദിനങ്ങളിൽ വരുന്ന സംഭവങ്ങൾ ബൈബിളും പ്രവചനങ്ങളും അടിസ്ഥാനമാക്കി വീണ്ടും ആമോസ് എഴുതി. ഗാസ ഇസ്രായേൽ സംഘട്ടനം, വരാൻ പോകുന്ന 3ാം ലോകമഹായുദ്ധം. ആമോസ് 1:6-7 ഞാൻ ഗാസക്കകത്ത് ഒരു തീ അയക്കും, അതിന്റെ അരമനകളെ അത് കത്തിച്ച് കളയും. ഏദോമിന്റെ വീരന്മാരെ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു. അതാ ഇസ്രായേലിന്റെ പൗരന്മാരെ ആര് ഹമാസ് ബന്ദികളാക്കിയത് ശിക്ഷ മടക്കി കളയില്ല. രണ്ടാമതായി യിരെമ്യാവ് 47:5-6 അഷ്കലോൻ അഷ്ഡോദൊക്കെ ശൂന്യമാകും, അവിടെ നിവാസികൾ ഇല്ലാതാവും. മൂന്നാമതായി സെഫന്യാവ് 2:4-5-6 ആരാ ഗാസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു. ഹമാസിന്റെ നേതാക്കളെ മുഴുവൻ ഇസ്രായേൽ കൊല്ലുമെന്ന് ബൈബിൾ പ്രവചനങ്ങൾ. സെഖര്യാ പ്രവചനം 9:5-6 ഇന്നലെ രാത്രി വീണ്ടും നമ്മൾ വായിച്ചു. ഗാസ ഇസ്രായേൽ സംഘടനം ലോകരാജ്യങ്ങൾക്കെല്ലാം സമാധാനം വേണം, പക്ഷെ അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. ഇസ്രായേൽ കടുംകട്ടിയായി പറഞ്ഞു, ഞങ്ങളോട് അതിക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വൈറ്റ് ഫോസ്ഫറസ് കൊടയുമെന്ന്. അത് ഗാസ ഇസ്രായേൽ കഴിഞ്ഞപ്പോൾ ലബനോനെ ഇസ്രായേൽ ആക്രമിച്ചു. സെഖര്യാ പ്രവചനം 11:1-2 ലബനാനെ നിന്റെ ദേവദാരുക്കൾ കത്തും, സരളവൃക്ഷം ഓളിയിടും, മഹത്തുക്കൾ വീണു പോകും, തെക്കൻ ലബനോൻ മുഴുവൻ ഇസ്രായേൽ പിടിച്ചടക്കി. അത് കഴിഞ്ഞ് യമനെ ഇസ്രായേൽ ആക്രമിക്കുക. ഇന്നലെ രാത്രി കുഞ്ഞു വായിച്ചു ആമോസിന്റെ പ്രവചനം 1:12 ഞാൻ തേമാനിൽ ഒരു തീ അയക്കും, അതിന്റെ ഓരോ തുറമുഖങ്ങളെയും കത്തിച്ചു കളയുമെന്ന് ഇന്നലെ രാത്രി വീണ്ടും. അത് കഴിഞ്ഞിട്ട് സിറിയയും ഇറാനെയും ഇസ്രായേൽ ഇത്തരുണത്തിൽ ആക്രമിക്കും. അതിനാസ്പദമായി യെശയ്യാ പ്രവചനം 17:1-2 ഇന്നലെ രാത്രി വായിച്ചു സഹായിച്ചു. ദമ്മശേക്കിന്റെ മതിലുകളെ ഞാൻ ഇടിച്ച് അതിനെ കൂമ്പാരമായി കൂട്ട് സിറിയയെ തകർത്ത് കളയുമെന്ന് ഇന്നലെ ബൈബിൾ പ്രവചനം. അതിനോടനുബന്ധിച്ച് ടെഹ്റാൻ, അത് കഴിഞ്ഞ് തബ്രി, ഷിറാസ്, അതിന്റെ പേര് അരോവർ പട്ടണങ്ങൾ. യെശയ്യാ 17:2 അരോവർ പട്ടണങ്ങൾ ഞാൻ ചുട്ടുകളയും. ഇതിന്റെ നടുവിൽ ഒരു സംഭവം നടക്കും. സിറിയയുടെ രാജാവ് ഓടിപ്പോകും. ആന്റിക്രിസ്റ്റിന്റെ വരവിന് സിറിയ ഒരുങ്ങുന്നു. അതിനാസ്പദമായി ഇന്നലെ വായിച്ചു ആമോസിന്റെ പ്രവചനം 1:15 അവരുടെ രാജാവ് പ്രവാസത്തിലേക്ക് പോകും, ആന്റിക്രിസ്റ്റ് വരുവാൻ. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പൊ താൽക്കാലികമായി ബാൻഡേഡ് വെച്ചൊരു ചുറ്റിയതാ. കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് വെടിനിർത്തൽ കൊണ്ടുവന്നു. ബൈബിളിന്റെ പ്രവചനം അതുകൊണ്ട് യിരെമ്യാ പ്രവചനം 6:14 നിലക്കുഞ്ഞു വായിച്ചു. സമാധാനം ഇല്ലാതിരിക്കെ എന്റെ ജനത്തിന് താൽക്കാലികമായി മുറിവ് വെച്ച് കിട്ടുന്നു. സർജറി വരുന്നതേ ഉള്ളൂ. അത് പറയുമ്പോൾ ഇടവേളയിലേക്ക് പോയി. അത് കഴിഞ്ഞെങ്കിൽ ഇതെത്താൻ പോകുന്ന ഒരു 3ാം ലോക മഹായുദ്ധത്തിലാണ്. അതിനാസ്പദമായി അത് നടക്കണമെങ്കിൽ ഒരു പാത വരണം. അതിന്റെ പേരാ ചൈനയുടെ സിൽക്ക് പാത. യെശയ്യാ പ്രവചനം 49:12 ഇതാ അവർ ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുന്നു. ദൂരത്തു നിന്നും വടക്ക് നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അവർ വരുന്നു. സിനീം ദേശം, അതാ ചൈനയുടെ സിൽക്ക് പാത വഴി ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരു കൂട്ടം വരും. അന്നാളിൽ അറബ് ലീഗ് ഒരുമിക്കും. അതാ ഇപ്പോൾ ഖത്തറിൽ കണ്ടത്. ഖത്തറിനെ അടിച്ചപ്പോൾ ഇസ്ലാമിക രാഷ്ട്രങ്ങളും അറബ് ലീഗും ഒരുമിച്ചൊരു കാഴ്ച ഇന്നലെ രാത്രി വായിച്ചു. യെശയ്യാ പ്രവചനം 19:23-24 ഏശാവിന്റെ മക്കള് ഇസ്മായിലെ കൂടാരം ഒരുമിക്കും. അശൂർ മിസ്രയീമ്യരുമായി ആരാധന കഴിക്കും. അശൂരിൽ നിന്നും ഇസ്രായേലിലേക്ക് ഒരു പെരുപിടി ഉണ്ടാകും. അറബ് ലീഗ് ഒരുമിക്കുന്നു. അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യ ഒരു അനുഗ്രഹമായിരിക്കും. യഹൂദൻ ഇന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ പടർന്നു കഴിഞ്ഞു. അവന്റെ ടെക്നോളജി പെരുമഴയായിരിക്കുന്നു. അതിനോടനുബന്ധിച്ച് ഈ ജനം വരണമെങ്കിൽ ഒരു നദി പറ്റണം. നെയ്യാർ പറ്റുന്നത് പോലെ പന്തയും തേക്കുപാറയും ഈ പറ്റി മണ്ണുണങ്ങുന്നത് പോലെ ഉണങ്ങുന്ന ഒരു കാഴ്ച ഇന്നലെ രാത്രി ഞാൻ വരച്ചു കാട്ടി. വെളിപ്പാട് 16:12 6ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഒരുവൻ എന്താ കാഴ്ച? ഒരു കലശം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയിൽ ഒഴിച്ചു. ചൈന വഴി ഇന്ത്യ വഴി വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കാൻ അത് പറ്റിപ്പോയി. തുർക്കിയിൽ അട്ടട്ടാർ ഡാം പണിയുന്നു. നെയ്യാർ റിസർവോയർ കണക്ക് എല്ലാ മൊബൈലിലും വന്നു കഴിഞ്ഞു. യൂഫ്രട്ടീസ് പറ്റുന്നു. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു ഇസ്രായേലിനെ ആക്രമിക്കുവാൻ ഒരു കൂട്ടം ജന യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി വഴി ഇസ്രായേലിൽ എത്തുന്നതിന് മുമ്പ് മോശയുടെ ശബ്ദം കേട്ട് പാളയത്തിൽ നിന്ന് പുറപ്പെട്ട മക്കൾ ചെങ്കടൽ കടന്നതുപോലെ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ നിത്യ വീട്ടിലെത്തുമെന്ന് ഇന്നലെ നെടിലും പൊരുളും തിരിച്ചു തന്നു.
അങ്ങനെയെങ്കിൽ ഇന്ന് റഷ്യ അവർക്ക് മേധാവിയായിരിക്കും. അതുകൊണ്ട് ട്രംപ് വന്നപ്പോൾ ഫലസ്തീന്റെ മഹ്മൂദ് അബ്ബാസ് എന്ന് പറഞ്ഞു, സാർ ഞങ്ങളെ നയിക്കണം. ഹമാസിന്റെ നേതാക്കൾ പടിപടിയായി കൊല്ലപ്പെടുമ്പോൾ ഹമാസിന്റെ പോരാളികൾ റഷ്യയിൽ ചെന്നിട്ട് പറഞ്ഞു, സാർ ഞങ്ങളെ നയിക്കണം. അതാ ബൈബിൾ എസെക്കിയേൽ 38:7 ഒരുങ്ങിക്കൊള്ളുക, റഷ്യയെ ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. എവിടെ? വാളിൽ ഒടിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു ദേശത്തേക്ക് അവസാനം ഇതെല്ലാം വരും. ആ ദേശമാ ഒടുക്കം വന്നു ചേരുന്ന ഇസ്രായേൽ പർവ്വതനിര. അതാരംഭിക്കുന്നതിന് മുമ്പ് കാന്തന്റെ ഗംഭീരനാദം കേൾക്കുമെന്ന് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു. എന്തുകൊണ്ട് യുദ്ധം നടക്കുന്നില്ല? അവസാന ഭാഗം ഇന്നലെ തൊട്ടു എസെക്കിയേൽ പ്രവചനം 21, 26, 27 കുഞ്ഞു വായിച്ചു സഹായിച്ചു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, മക്കളെ, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും, താഴ്ന്നതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. ഭരണകൂടങ്ങൾ മാറുമെന്ന് നേപ്പാൾ വരെ നിങ്ങളോട് വരച്ചു കാട്ടി. ദരിദ്രൻ ഉയരും, സമ്പന്നൻ താഴും. ഇതിന്റെ നടുവിൽ എഴുതിയിരിക്കുക, വരുന്നു ഉന്മൂലനാശം. 1 ലോകം കണ്ടു, 1-ാം ലോകമഹായുദ്ധം 14-19. 2 വീണ്ടും എഴുതി ഉന്മൂലനാശം കണ്ടു, 39-45. വീണ്ടും എസെക്കിയേൽ എഴുതി ഉന്മൂലനാശം. അതാ 3-ാം ലോകമഹായുദ്ധം. എന്നാൽ അതിന്റെ നടുവിൽ അവസാന ഭാഗം ഇങ്ങനെ പ്രവചനം എഴുതുന്നു, അതാരംഭിക്കുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്, അവകാശമുള്ളവൻ വരുവോളം അതിവിടെ ഇല്ലാതിരിക്കും. ആരാ അവകാശമുള്ളവൻ? കാൽവറിയിലെ രക്തത്താൽ തന്റെ സഭയാകുന്ന ശരീരം നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ടെങ്കിൽ തന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ യേശു മടങ്ങി വരുമെന്ന് ഇന്നലെ രാത്രി നാം ഒരിക്കൽ കൂടി ചിന്തിക്കുവാനിടയായി. ഇന്ന് രാത്രി പൊന്നമ്പിയോടും വെള്ളറയോടും യഹോവയുടെ ദൈവസഭയോടും ഒരു രാത്രി കൂടി ദൈവദാസനാകുന്ന ഞാൻ അക്കമിട്ട് പറയുന്നു, കാലം അതിന്റെ അന്ത്യത്തിൽ, യുഗം അതിന്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിന്റെ കടസി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ നമ്മുടെ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായവിട്ട് അനന്തതിഥിയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി പൊന്നമ്പിയിൽ സ്വർഗമുഖത്തേക്ക് നോക്കി ഇങ്ങനെ പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന തലകളെ ഉയർത്തു കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർത്തുവോ. 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. പൊന്നമ്പി വെള്ളറടേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. എല്ലാവർക്കും ബൈബിൾ തുറക്കാം. every person's open in this Bible. In this evening we are going Zechariah chapter 12 verse 1, 2, 3. എല്ലാവർക്കും വിശുദ്ധ ബൈബിൾ തുറക്കാം. സെഖരിയ പ്രവചനം 12, 1, 2, 3 വാക്യങ്ങൾ. ഇതായിരിക്കും ഈ രാത്രി ചിന്തിക്കുന്നത്. എല്ലാവർക്കും ബൈബിൾ തുറക്കാം. വായിച്ചിട്ട് മോനെ, സെഖരിയ 12, 1, 2, 3 പ്രവാചകം വായിച്ചോ. പ്രവാചകം ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്. ഇതാ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത് ഇസ്രായേലിനെ കുറിച്ചുള്ള കർത്താവിന്റെ അരുളപ്പാട്. മനോരമക്കാരനും ഏഷ്യാനെറ്റുകാരനും ട്രംപും പറയുന്നതല്ല, വചനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ അരുളപ്പാട് വായിക്കാം മക്കളെ. ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും നമ്മുടെ അകത്തൊരാത്മാവിനെ നിർമ്മിച്ചവനാ സ്വർഗത്തിലെ ദൈവം. വായിക്കാം. ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്, ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. ഈ കുഞ്ഞ് വായിച്ചത് 2 പ്രസംഗമാണ്. 1 യെരൂശലേം, 2 പരിഭ്രമ പാത്രം. അടുത്ത മോൻ വായിക്കാം. യെരൂശലേമിന്റെ നിരോധനത്തിങ്കൽ ഇസ്രായേലിനെതിരെ എല്ലാവരും കൊടി ഉയർത്തുന്നു. ഇസ്രായേലിന്റെ നിരോധനത്തിങ്കൽ യഹൂദയ്ക്കും പശ്ചിമേഷ്യ മുഴുവൻ കരയുമെന്ന്. അടുത്ത വാക്ക്. അന്നാള് ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും. യഹൂദൻ കഴിഞ്ഞാൽ ബാക്കി എല്ലാവരെയും ബൈബിൾ വിളിക്കുന്ന ജാതികളെന്നാ. യഹൂദൻ സ്വന്തം ജനം, ബാക്കിയെല്ലാം ജാതികളെല്ലാം ഇതിന് വിരോധമായി കൂടി വരാൻ പോവാ. ഭാരമുള്ള കല്ലിന്. അടുത്ത ഭാഗം മോൻ വായിക്കാം. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഇതിന്റെ പേരാ 3-ാം ലോകമഹായുദ്ധം. രാഷ്ട്രങ്ങൾ ഭയക്കുന്നു. 1 യെരൂശലേം, 2 പരിഭ്രമപാത്രം, 3 ഭാരമുള്ള കല്ല്, 4 ജാതികൾ വിരോധമായി കൂടി വരും. അതിനെ ചുമക്കുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. അതാ ഇന്ന് രാത്രിയിലെ പ്രസംഗം. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ശ്രുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം ഇസ്രായേലിന്റെ ശ്രുതികളിന്മേൽ വസിക്കുന്ന പ്രിയന്റെ കരുണ ഇന്ന് രാത്രി വെളിപ്പെടുവാൻ. കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിൽ ദാരുണമായ ഒരു അപകടമുണ്ടായി. സഹോദരന്മാർ ശ്രദ്ധിച്ചാട്ടെ. ഭാര്യയും ഭർത്താവും 3 കുഞ്ഞുങ്ങൾ. നല്ല പുതിയ വണ്ടിയാ ടാർ. ഭാര്യയുടെ ആങ്ങളെ കാനഡയിൽ വിടാൻ നെടുമ്പാശ്ശേരിയിൽ പോയി എമിറേറ്റ്സ് വിമാനത്തിൽ കയറ്റിവിട്ടു. ഏകദേശം 2 മണിക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്ന് യാത്രയായി. 5 മണിയായപ്പോൾ
കൊല്ലം ജില്ലയിൽ അവരെ വീടെത്തുന്നതിന് 20 മിനിറ്റ്, ഓച്ചിറ തേവലക്കര 20 മിനിറ്റ് ആയപ്പോൾ ആ ചെറുപ്പക്കാരൻ വണ്ടി ഓടിക്കുമ്പോൾ പ്രഭാതത്തിലെ കാറ്റ് കൊണ്ട് കണ്ണൊന്ന് മങ്ങിപ്പോയി. സംഭവിച്ചത്, വന്ന ഫാസ്റ്റിലേക്ക് വാഹനം ഇടിച്ചു കയറി. ചെറുപ്പക്കാരനും 2 കുഞ്ഞുങ്ങളും നടു റോഡിൽ പിടഞ്ഞു വീണു. ഭാര്യയും ഒരു കുഞ്ഞും രക്ഷപ്പെട്ടു. താർ വാഹനം അവിടെ നിഷ്പ്രഭമായി തീർന്നു. ഇന്ന് രാത്രി എത്ര വാഹനങ്ങൾ നമ്മൾ കയറി, വെള്ളറടയിൽ പോയി, ചെമ്പൂര് പോയി, പാറശാല പോയി, കളിക്കാവിള പോയി, തിരുവനന്തപുരം സിറ്റിയിൽ കൂടെ കണ്ണടച്ചു പോയി. ഒരു വാഹനാപകടം നിങ്ങൾക്ക് വരാമായിരുന്നു. നിങ്ങളുടെ വീട്ടിനകത്തെ ശവപ്പെട്ടികൾ വരാമായിരുന്നു. ഒരു വീട്ടിൽ 3 ശവപ്പെട്ടികളാണ് ഒരേ സമയം വന്നത്. അതിൻ്റെ നടുവിൽ ഞങ്ങളെ കാത്തു പരിപാലിച്ച ദൈവം കരമുയർത്തുന്നവർക്കാൽ വലിയ വീട് തന്നിട്ടല്ല, വലിയ കാർ തന്നിട്ടല്ല, വലിയ കമ്പ്യൂട്ടർ തന്നിട്ടല്ല. ഇന്ന് രാത്രി മാതാവേ പിതാവ് 2024 കണ്ടവർ 25 കണ്ടില്ല, 25 ജനുവരി കണ്ടവർ ഒക്ടോബർ 20 കാണാതെ ഇരിക്കുമ്പോൾ ഇന്ന് രാത്രി എൻ്റെ കണ്ണുനീരിന്റെ കാല വീഴ്ചയെന്ന് പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയ കർത്താവിന് കോടാനുകൂടി സ്തോത്രം. എവിടെ ദൈവമക്കളുടെ കണ്ണുനീർ ഇറങ്ങി വന്നിട്ടുണ്ട്, ദൈവകരം ഇറങ്ങി വന്നിട്ടുണ്ട്. എവിടെ ദൈവമക്കൾ നിയമത്തിന്റെ പെട്ടകം എടുത്തിട്ടുണ്ട്, അവിടെ ദൈവശക്തി ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസ്തയോടെ പടിനിമത്തിന്റെ ഭരണത്തിന്റെ നദിയായി യോർദാൻ. യോശുവ ആദ്യം മോശയായിരുന്നു, ഇസ്രായേലിന്റെ നടത്തിപ്പുകാരൻ. മോശയ്ക്ക് ശേഷം ദൈവം ഒരുവനെ തെരഞ്ഞെടുത്തു, അവന്റെ പേരാ യോശുവ. യോശുവ ദൈവസന്നിധിയിൽ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, എനിക്ക് ആൽബിയമന്ന ബൈബിൾ കോളേജിന് ഡോക്ടറൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു PhD ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ സ്വർഗം പറഞ്ഞു, കുഞ്ഞ്, മോശയോട് കൂടെ ഇരുന്നത് പോലെയല്ല നാളെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുക. ഇന്ന് രാത്രി വചനം മുഴങ്ങട്ടെ. അവന്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്മയോടെ ഇരിക്കുന്നവരെ പാളയത്തിനകത്ത് പടയ്ക്ക് നേതൃത്വം കൊടുക്കുക. യോശുവയെ തൊട്ടൊരു കരം ഇന്ന് രാത്രി നിന്റെ പേർ വെളിപ്പെടുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സൈന്യത്താലല്ല, ശക്തിയാലല്ല, ഇന്ന് രാത്രി ദൈവത്തിന്റെ അഭിഷേകത്താൽ ഇന്ന് രാത്രി ചർച്ചിനെ പ്ലാൻ ചെയ്യുക, സുചേഷത്തിന് വേണ്ടി ഇറങ്ങുക. യോശുവയെ തൊട്ടൊരു കരം ഇന്ന് രാത്രി ഇറങ്ങി വരട്ടെ. ഇന്ന് രാത്രി യോശുവയുടെ മുൻപിൽ വലിയ പ്രതിസന്ധിയാണ്. ചെങ്കടൽ കടന്നു ഇനി നിൽക്കുന്നത് യോർദാൻ മരണ നദിയാ. അപ്പച്ച അമ്മച്ചി കൊയ്ത്തുകാലത്തൊക്കെ യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകുക. എന്നാൽ ദൈവകൃപ ഏറ്റെടുത്ത യോശുവ ഒരു കാര്യം ചെയ്തു. 1, പാളയത്തിനകത്ത് വചനം പറഞ്ഞു. 2, അവൻ മുട്ടുമടക്കി കരയാൻ തുടങ്ങി. 3, രാത്രിയിൽ വിശുദ്ധിയുടെ സത്യം അവൻ വെളിപ്പെടുത്തി കൊടുത്തു. 4, അവനൊരു വാക്ക് പറഞ്ഞു, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നാളെ യഹോവ നമ്മുടെ ഇടയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ആഴി എന്തെന്നറിയാതെ, ആഴം എന്തെന്നറിയാതെ ഒരു കൂട്ടം ജനം കൊയ്ത്തുകാലത്ത് യാത്ര, നാട്ടുകാരും വീട്ടുകാരും വെള്ളറടക്കാരെല്ലാം പറഞ്ഞു കാണും, അവർ വീണു പോകും, ഇവരുടെ കാലെക്കലിനകത്ത് പുതഞ്ഞു പോകും. എന്നാൽ ഇന്ന് രാത്രി മുട്ടുമടക്കി ആരാധിച്ച് വചനമേറ്റെടുത്ത് നിയമത്തിന്റെ പെട്ടകം തോളിനകത്ത് യാത്ര ചെയ്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ കരമിറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി അവന്റെ കൃപ ലഭിച്ച മക്കളെ ഏത് പ്രതിസന്ധിയിലും വിടുവിക്കുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. പിശാച് പറയും നീ മറുകര കടക്കത്തില്ല, പിശാച് പറയും നിന്നെ വെള്ളത്തിനകത്ത് മുക്കിക്കളയും. എന്നാൽ പ്രമാണവുമായി യാത്ര ചെയ്ത് നിയമത്തിന്റെ പെട്ടകം ഉയർത്തിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ കരമിറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി ആ കരം തളർന്ന കരമല്ല. അവരുടെ കാലുകൾ യോർദാന്റെ വക്കത്ത് കാഴ്ചപ്പെട്ടിയപ്പോൾ സ്വർഗത്തിന്റെ കരം കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ഇറങ്ങി വന്നു. എവിടെ? അരാബായിൽ, ഈജിപ്തിൽ ഉപ്പുവെള്ളത്തെ ചിറ പോലെ കെട്ടി നിർത്തി ഇസ്രായേൽ ജനത്തെ വിടുവിച്ചെങ്കിൽ പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുക. നാളുകളായി നിന്നെ മുന്നോട്ട് വിടാതെ പിശാച് നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ വാഗ്ദത്തങ്ങൾക്കെതിരെ പോരാടുന്ന ഒഴുക്കുകളെ തകർക്കുക. ഇന്ന് രാത്രി ഇസ്രായേലിന്റെ കണ്ണുനീരിനകത്ത് യോശുവയുടെ നിലവിളി ഒരു കരമിറങ്ങി വന്നെങ്കിൽ ആ കരം തളർന്ന കരമല്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി നീ ഗ്രൗണ്ടിൽ ആരാധിക്കാൻ തയ്യാറുണ്ടെങ്കിൽ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്റെ കടുങ്കട്ട് വീണ വിജയത്തിനകത്ത് മറുപടി തരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവസഹിത വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇടുക്കി മൂലമറ്റത്തൊരു ടർബൈൻ കറങ്ങുമ്പോൾ വെള്ളറയുടെ ബസ് സ്റ്റാൻഡിൽ ഒരു ഹൈമാസ് ലൈറ്റ് കത്തുമെങ്കിൽ അതിലും വേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ഇവിടെ ആരാധന മുടങ്ങുമ്പോൾ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിനക്ക് വിടുതൽ തരുക. ഇന്ന് രാത്രി ഇസ്രായേലിന്റെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടവർ. കരുണാമയനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതന്റെ പർദീസയിൽ തന്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കരം തൊട്ട് അനുഗ്രഹിച്ച പൊന്നു കർത്താവ്
രണ്ടാം ദിനവും ഞങ്ങളുടെ നടുവിൽ അങ്ങ് ഉലാവുന്നതിനാൽ നന്ദി. തേജസ് വാരി ഉടുത്തവന്റെ കരം ഇന്ന് രാത്രി കോട്ടയം വിളയിൽ വെളിപ്പെടുന്നതിനാൽ, ഊരിപ്പിടിച്ച വാളുമായി ദൂതന്മാർ ഇവിടെ യാത്ര ചെയ്യുന്നതിനാൽ, സാറാബുകളുടെ ചെറുകടിയുടെ ശബ്ദം ഇവിടെ മുഴങ്ങുന്നതിനായി നന്ദി. തിരുക്കരത്തിന്റെ വല്ലഭത്വം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടണം. വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറട്ടെ, ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ മാറട്ടെ, പ്രയാസത്തോട് വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറട്ടെ. അങ്ങയുടെ ശബ്ദം അഗ്നിജ്വാലകളെ പൊട്ടിക്കുന്നു, അങ്ങയുടെ ശബ്ദം പെരുവെള്ളത്തിന് മീതെ മുടങ്ങുന്നു, അങ്ങയുടെ ശബ്ദം കാദേശ് മരുഭൂമിനെ തടുക്കുന്നു, അങ്ങയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാകുന്നു. യഹോവ ഇരയുടെ 2025 കൺവെൻഷൻ ഇവിടെ വെളിപ്പെടുമ്പോൾ ലെബനോനിലെ ദേവദാരുക്കളുടെ തോൽ ഉരിച്ചു മാറ്റിയതുപോലെ ഇന്ന് രാത്രി ചില മദ്യപാനികൾ യേശുവിനെ കാണുക, ജീവിതം തകർന്നവർ യേശുവിന് വേണ്ടി കരമുയർത്തുക, ഈ പട്ടണത്തിൽ ആത്മഹത്യ കുതിക്കുന്നവർ ഇന്ന് രാത്രി വീട്ടിനകത്തിരുന്ന് നാഥനെ എതിരേൽക്കുക, ഇന്ന് രാത്രി MDMA കഞ്ചാവ് അടിക്കുന്നവന്റെ പൊതികൾ താഴെ വീഴുക. കാൽവറിയിലെ ദൈവശക്തി ഇന്ന് രാത്രി കോട്ടയം വിളയിൽ വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ഒരു രാത്രി കൂടി ഞങ്ങൾ താഴുന്നു. കഴിഞ്ഞ രാത്രി അല്പം പ്രതികൂലമുണ്ടെങ്കിലും ഞങ്ങളുടെ യോഗത്തെ കാത്ത ദൈവത്തിന് കോടാനുകൂടി നന്ദി. ഇന്ന് രാത്രി ഞങ്ങളുടെ ദൈവം ഞങ്ങളെ കാത്തു. അടുത്ത ദിവസങ്ങളിൽ മഹാദൈവം 6 മുതൽ 10 വരെ ഞങ്ങളുടെ മക്കൾ വീട്ടിലെത്തുന്നത് വരെ ഇന്ന് ആ ദിവസങ്ങളിലും ഇന്ന് രാത്രി സ്വർഗത്തിന്റെ കുട വെള്ളറുടെ മേളിൽ നിവരുന്നതിനായി നന്ദി. ഒരു കാർമേഘങ്ങൾ ഒരു കാറ്റും വരാതെ മഹാദൈവം ഞങ്ങളോട് കരുണ കാണിക്കണമേ. അപ്പാ, ഞങ്ങൾ കുറവുള്ളവരാ, അപ്പച്ചാ ഞങ്ങൾ കുറ്റമുള്ളവരാ, എങ്കിലും ഞങ്ങൾ യാഗപീഠത്തിന്റെ മുൻപിൽ വന്ന് മുഴങ്കാൽ മടക്കുമ്പോൾ ഉയരത്തിൽ നിന്ന് കരം നീട്ടുന്ന കർത്താവ് ഈ ദിവസങ്ങൾ ദൈവമക്കളോട് കരുണ കാണിക്കണമേ. പ്രിയ പിതാവ്, ഒരു രാത്രി കൂടി വചനവുമായി അടിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ പേരോ ബിരുദമോ ഈ രാത്രി ഉയരരുത്. ക്രൂശിക്കപ്പെട്ട നാഥന്റെ നാമം മാത്രം ഈ രാത്രിയും ഈ പട്ടണത്തിനകത്ത് ഉയരണം. ആദ്യോടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കണം, ഈ മക്കളെ വിടുതലോടെ കടത്തിവിടണം. മഹത്വവും പുകഴ്ചയും അങ്ങക്കപ്പച്ച. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരം ഉയർത്തി കർത്തർക്ക് മഹിമ കൊടുക്കാം. ശക്തിയോടൊന്ന് സ്തുതിച്ചാട്ടെ. ശബ്ദം തീരെ വരുന്നില്ലല്ലോ. ചിക്കൻ കാല് കഴിച്ചവരെല്ലാം ഒന്ന് ശക്തിയോടൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇപ്പോഴാ ശരിയായി. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വോത്രം. ഇടയ്ക്കിടയ്ക്ക് ഈ തണുത്ത അന്തരീക്ഷം ഒരു കല്ലേലിയൊക്കെ പറഞ്ഞ ഉറക്കവും മാറും. എനിക്കാന്ന് ശരീരം വേദന ഉണ്ട്. നിങ്ങൾ ഈ കല്ലേലിയോ പറയുന്നുണ്ട് എനിക്ക് സ്ട്രോങ് ആയിട്ടിരിക്കുക. നിങ്ങൾ മിണ്ടായിരുന്ന ചിലപ്പോൾ ഞാനും ഉറങ്ങിപ്പോൾ. സ്വോത്രം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വചനം കേട്ടിട്ട് കൈ ഉയർത്തിയില്ലെങ്കിൽ ഹൃദയത്തിൻ്റെ അന്തരങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. ഇന്ന് അനവധി പ്രാവശ്യം ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. മഹത്വവാനായ ദൈവം ഇത്രയും കരുതി. സ്വോത്രം. കഴിവല്ല, മിടുക്കല്ല, കൃപയാൽ 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 ഇന്ന് രാത്രി കരുതിയനായി നാളെയും ദൈവം കരുതും. വചനം ശ്രദ്ധയോടെ ഒരു കഥ പോയിട്ട് ഇന്നലെ രാത്രി ഇസ്രായേലിന്റെ കഥയായിരുന്നു വന്നത്. ഇന്ന് രാത്രി യെരുശലേമിൽ വരെ പോയിട്ട് നമുക്ക് വരാം. സന്തോഷമില്ലല്ലോ? വെള്ളറുടെ നിന്ന് നേരെ യെരുശലേമിൽ പോയിട്ട് തിരിച്ച് വെള്ളറുടെ വരാം. ബൈബിളിലേക്ക് വരുമ്പോൾ 31,173 വാക്യങ്ങൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാരം ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ മുഴുവനായി. പുതിയ നിയമത്തിൽ 262 അധ്യായങ്ങൾ. പഴയ നിയമത്തിൽ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു 17 പ്രവചനങ്ങളുണ്ട്. അതിൽ 3 തട്ടുകൾ, പ്രവചനങ്ങളുടെ ശ്രേണികൾ. വലിയ പ്രവചനങ്ങൾ യെശയ്യാ പ്രവചനം, യിരെമ്യാ പ്രവചനം, എസെക്കിയേൽ പ്രവചനം. രണ്ടാം തരം പ്രവചനങ്ങൾ, മിഡിൽ പ്രവചനങ്ങൾ, മധ്യകാല പ്രവചനങ്ങൾ, ആമോസിന്റെ പ്രവചനം, സെഖര്യാ പ്രവചനം, ദാനിയേൽ പ്രവചനം, ഹോശയ്യാ പ്രവചനം. മൂന്നാമത്തെ പ്രവചനത്തിന്റെ ഭാഗം ഇന്നലെ രാത്രി ഞാൻ തൊട്ടുവെച്ചു. ഹബക്കൂക്കുണ്ട്, യോവേലുണ്ട്, മീക്കായുണ്ട്, നഹൂമുണ്ട്, മലാക്കിയുണ്ട്, യോനാ പ്രവാചകൻ. ഇതെല്ലാം ചെറിയ പ്രവചനം. ഇന്ന് രാത്രി കുഞ്ഞു വായിച്ചത് യേശുക്രിസ്തുവിന്റെ ജനനത്തിന് പിറകിൽ 550 കൊല്ലം, അല്ലെങ്കിൽ ഇന്നേക്ക് 2550 കൊല്ലം മുമ്പ് പഴയ നിയമത്തിലെ 38ാമത്തെ പുസ്തകമാണ് സെഖര്യാ പ്രവചനം. ഇദ്ദോ പ്രവാചകനായ സെഖര്യാവിനോട് സ്വർഗം പറഞ്ഞ വരാനിരിക്കുന്ന ഇസ്രായേലിന്റെ അരുളപ്പാടുകളാ സെഖര്യാ പ്രവചനം. മക്കൾ ശ്രദ്ധയോടെ 248 വാക്യങ്ങളാണ് ഇതിനകത്ത്. അതിനകത്ത് 14 അധ്യായങ്ങളാണ്. 10 മുതൽ ഇസ്രായേലും കർത്താവിന്റെ മടങ്ങി വരും. ഇന്നലെ രാത്രി അതിലൊരു ഭാഗം, 10ാമത്തെ ഭാഗം ഇങ്ങനെ: പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കാവൻ മിന്നൽ പിണറിനെ അയക്കും. 11ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും നിർണായകം ലെബനോനെ ആക്രമിക്കും. ഇന്നലെ ഞാൻ പറഞ്ഞു, ഇന്നും പറഞ്ഞു, ലെബനോനെ നിന്റെ അരമനകൾ കത്ത്. 12ാമത്തെ അധ്യായം വരുമ്പോൾ ഇസ്രായേൽ നിലവിളിക്കും. 13ാമത്തെ അധ്യായം യഹൂദന് വേണ്ടി ഒരു ഉറവ ദൈവം തുറക്കും. 14ാമത്തെ അധ്യായം നാഥന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. അതോടുകൂടി ലോകവന്ധ്യത്തിലേക്ക് വരും. അതിനെ ബേസ് ചെയ്താ ഇന്ന് രാത്രി തൊട്ടുവെച്ചത്. കുഞ്ഞു വായിച്ചത് സെഖര്യാ 12:1-2 പ്രവാചകർ. ആരാ? ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ആകാശ
സംവിധാനങ്ങളും ഒരുക്കുകയും മനുഷ്യന്റെ ഉള്ളിനകത്ത് അവന്റെ ആത്മാവിനെ സ്ഥാപിക്കുകയും ചെയ്ത സ്വർഗത്തിലെ ദൈവം ഇസ്രായേലിനെ കുറിച്ചൊരു പ്രവാചകം എഴുതി, അന്നാളിൽ യെരൂശലേമിനെ ഞാൻ ഭാരമുള്ള കല്ലാക്കും, ഭൂമിയിലെ ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും, അതൊരു പരിഭ്രമ മാത്രം, സകല ജാതികളും അതിനെതിരെ വിരോധമായി കൂടി വരും. അവസാന ഭാഗം, ഇവനെ തൊടുന്ന സകലരും കഠിനമായി മുറിവേൽക്ക്. ആ മുറിവ് ഇവിടെ വരുന്നതിന് മുമ്പ് ദൈവസഭയുടെ പ്രത്യാശ നമ്മുടെ കാന്തൻ മധ്യാകാശത്തിൽ വരും. അതിനെ ബേസ് ചെയ്തായിരിക്കും ഈ രാത്രി കടക്കാം യെരൂശലേം. ഇവിടെ നല്ല ചിന്ത, ഒരു 10-20 മിനിറ്റ് നമ്മൾ ഇസ്രായേലിലേക്ക് പോയി പടപടാ മടങ്ങി വരും. ശ്രദ്ധയോടെയിരിക്കണമേ. ബൈബിളിൽ ഒന്ന് തുടങ്ങുന്നത് ഉൽപ്പത്തി, ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, ഇരുൾ ഭൂതലത്തിൽ, വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. അതിന്റെ പേര് കാസ്മോസ്, ഒന്നാം ലോകം. 2, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എത്യോപ്യയുടെ മണ്ണിൽ നിന്ന് 6 ഘടകമെടുക്കുന്നു, സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശാസ്ത്രം. നിലത്തെ പൊടിയിൽ നിന്ന് ദൈവം മനുഷ്യനെ മെനയുന്നു, അവരെ കൊണ്ടുവരുന്നു ഏദൻ പൂങ്കാവനം. ആദ്യത്തെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. അനുഗ്രഹത്തിന്റെ പെരുമഴ അടക്കി പാടുക, പെറ്റുവരിക, സന്താന പുട്ടി ഉള്ളവരാകുക, നിത്യം നിത്യം ദൈവത്തെ ആരാധിക്കുക. ഒരു ദിവസം 1000 സംവത്സരം. തോട്ടത്തിന്റെ നടുവിൽ നന്മയുടെയും തിന്മയുടെയും ഫലം. സത്താൻ, പിശാച്, പാമ്പെന്ന രൂപത്തിൽ ഹവ്വയെ സമീപിച്ചു. ആദമിന് കൊടുത്തു, രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെടുന്നു. അപ്പോഴും സ്വർഗത്തിന്റെ ശബ്ദം ഇറങ്ങി വരുന്നു, മകനെ, മകളെ, പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൽ അകന്നു പോകുമ്പോൾ സ്വർഗം വിളിക്കുന്നു, ആദമേ നീ എവിടെ? കണ്ടു, ഒരു വ്യക്തി നശിച്ചു പോകാൻ ഞങ്ങളുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. പാപം ചെയ്ത മനുഷ്യനെ ഒരിക്കൽ കൂടി മടക്കി കൊണ്ടുവന്ന് അവന് വേണ്ടി നിത്യസ്നേഹം പകർന്നു കൊടുക്കുന്ന സർവശക്തന്റെ സന്ദേശമാണ് 2025 യഹോവ ഈ കൺവെൻഷന് ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ മുഴക്കുന്നത്. അതിനുശേഷം 2 മക്കളെ ലഭിച്ചു, കായീൻ, ഹാബേൽ. നിലത്തെ ആരാധനയ്ക്ക് വേണ്ടി കായീൻ മേൽത്തര ഫലങ്ങൾ. ഹാബേൽ ഒരാടിനെ കൊണ്ടുവന്നു. ഹാബേലിന്റെ ആടിന്റെ യാഗത്തിൽ യഹോവ പ്രസാദിച്ചു. കായീൻ ഹാബേലിനെ വെട്ടിക്കൊല്ലുന്നു. സ്വർഗത്തിന്റെ ശബ്ദം ഇറങ്ങി കായീനോട്, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? അവൻ പറയുന്നു, ഞാൻ അവന്റെ കാവൽക്കാരനോ. മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവം അനുദപിക്കാൻ തുടങ്ങി, ആയുസിനെ വെട്ടാൻ തുടങ്ങി. ഉൽപ്പത്തി 5 വരുമ്പോൾ ഒരുവനെ ദൈവം കാണുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നവനെ പിന്നെ കണ്ടില്ല. ഹാനോക്കിന്റെ തലമുറയായി ഒരുവൻ വന്നു, അവന്റെ പേര് മെഥൂശലഹ്. ബൈബിൾ കൂടെ അവൻ ആ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആയുസ് 969 സംവത്സരം. ഇവിടെ സഹോദരങ്ങൾ ഒരു ഭാഗം ശ്രദ്ധിക്കണം. മെഥൂശലഹ് സഭയുടെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ല, പ്രസിഡന്റ് ആയിരുന്നില്ല, പാറശാലയും വെള്ളറടയിലും ട്രാക്ടർ കൊടുത്തില്ല. എന്തുകൊണ്ട് അവന് 969 സംവത്സരം ആയുസ് കിട്ടി? മക്കളെ, അപ്പൻ വചനത്തോട് കൂടെ നടന്നു. തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. കരമുയർത്തുന്നവർക്ക്, നിങ്ങൾ പെട്ടകം ചുമന്ന് കർത്താവിന് വേണ്ടി ഓടുമ്പോഴും അധ്വാനിക്കുന്നത്, നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞാൽ നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ടാണ് മെഥൂശലഹിന് 969 സംവത്സരം. മെഥൂശലഹിന്റെ സന്തതിയായി ലാമെക്ക് ജനിച്ചു. ലാമെക്കിന്റെ സന്തതിയായി നോഹ. ആ കാലം ആ ഉൽപ്പത്തി 6. അന്നൊരു കുഴപ്പമുണ്ടായി. ഇന്നാള് കോട്ടുകോണത്ത് പറഞ്ഞ കാര്യം, ആ നോഹയുടെ കാലം. ദൈവത്തിന്റെ പുത്രന്മാർ ലോകത്തിന്റെ പുത്രിമാരെ തെരഞ്ഞെടുത്തു. വചനം ക്ലിയറായി. സ്വർഗത്തിന്റെ ക്യാമറ ഇറങ്ങി. സ്വർഗം പറഞ്ഞു, മനുഷ്യനിൽ സദാകാലവും എൻ്റെ ആത്മാവ് വർദ്ധിക്കത്തില്ല. അന്ന് ആയുസിനെ ദൈവം വെട്ടി. ഉൽപ്പത്തി 2 1000, ഉൽപ്പത്തി 6 ഒറ്റ വെട്ട്. വെള്ളറുടെ ചിന്നമാമ ബ്ലൗസിന്റെ കൈ വെട്ടിയാൽ ഒറ്റ വെട്ട് 120 സംവത്സരം. സ്വത്രം മനസ്സിലാകുന്നവർക്കായി. എന്നിട്ട് അവൻ കൊണപ്പെടുന്നില്ല. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിന്റെ തേജസ് വിട്ടുപോകുമ്പോൾ നോഹയോട് ദൈവം ഒരു കാര്യം കൽപ്പിച്ചു, കുഞ്ഞെ, ഒരു പെട്ടകം ഉണ്ടാക്കണം. 7 അടിസ്ഥാന ഉപദേശങ്ങൾ. 1 300 മുഴം നീളം, 2 50 വീതി, 3 30 ഉയരം, 4 ഗോപേർ മരം, 5 3 തട്ടുകൾ, 6 സൈഡ് വാതിൽ, 7 കിളിവാതിൽ. പെരുമഴ വരാൻ പോകുന്നു. നോഹയ്ക്ക് സ്ട്രക്ചർ എല്ലാം കൊടുത്തു, സ്വർഗം ഡോളർ എല്ലാം കൊടുത്തു. എന്നിട്ട് നോഹയോട് പറഞ്ഞ്, നമ്മുടെ മൈക്രോഫോൺ കൊടുത്ത് എല്ലായിടത്തും ചെന്ന് പറ, മഴ വരാറായി, മഴ വരാറായി. നോഹ ഈ പെട്ടകം പണിയുമ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാം ചെന്ന് സൈക്കിളിനകത്ത് വഴിയോര പ്രസംഗം നടത്തി, കുഞ്ഞുങ്ങളെ മഴ വരാറായി, മഴ വരാറായി. നാടൻ ഭാഷ പറഞ്ഞു, ഈ വല്യപ്പൻ എന്തോ വിധി പോയതാന്ന് മനസ്സിലാകുന്നവർക്ക്. ഏകദേശം കവറേജ് ആയപ്പോൾ സ്വർഗം നോഹയോട് പറഞ്ഞു, സൈക്കിൾ ഒതുക്കിയാൽ മൈക്രോഫോണും ബാറ്ററി എല്ലാം മാറ്റിക്കോളാൻ പറഞ്ഞു. സ്വോത്രം. പെട്ടകത്തിന്റെ വാതിൽ തുറക്കാൻ പറഞ്ഞു. എല്ലാവരും കയറിക്കോളാൻ പറഞ്ഞു. അന്ന് സംഭവിച്ചത് നോഹയും മക്കളും മാത്രം. ഈ 7ഉം ഈ 2 ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതുമായ മൃഗഗണങ്ങൾ കയറി. വെള്ളറടയിൽ ഒരുത്തരും കയറിയില്ല. നോഹയുടെ പെട്ടകം വലിയ സ്റ്റാർട്ടാക്കാൻ തുടങ്ങി. അന്നേരമാണ് ആഴിയുടെ ഭണ്ഡാരഗ്രഹങ്ങൾ. ആദ്യത്തെ സുനാമി 2006 2004 നോഹയുടെ കാലത്ത് ആദ്യത്തെ സുനാമി. ആഴിയുടെ ഭണ്ഡാരഗ്രഹം, ആകാശത്തിന്റെ കിളിവാതിലുകൾ, 40 രാവും 40 പകലും മഴ സ്റ്റാർട്ടായി. നോഹയുടെ പെട്ടകം തീർന്നൊക്കെ ഇങ്ങനെ മാറിയപ്പോൾ വെള്ളറുടെയുള്ള അച്ചായമാർക്ക് പിടികിട്ടി. ഉപദേശി വല്യപ്പം പറഞ്ഞ ശരിയാണ്. സ്വോത്രം. ഉടനെ ചെന്ന് പലരും പെട്ടകത്തിൽ തട്ടുവെന്ന് സ്വർഗത്തിന് അറിയാം.
അതുകൊണ്ട് പെട്ടകം പണിയാൻ സ്ട്രക്ചർ കൊടുത്തത് നോഗയുടെ, ഡോളർ അയച്ചു കൊടുത്തത് നോഗയുടെ. പക്ഷേ പെട്ടകത്തിന്റെ വാതിൽ ആരടച്ചെന്നറിയാമോ? നോഗയല്ല അടച്ച, സ്വർഗത്തിലെ ദൈവം. മനസ്സിലാകുന്നവർക്കായി എല്ലായിടത്തും CC ക്യാമറയുണ്ട്. ഇന്നത്തെ എല്ലോയും മാങ്കോയും അലർട്ട് വന്നാൽ വെള്ളറുടെ അച്ചായനും കാരക്കോണത്തെ മുതലാളിയെല്ലാം വന്ന് വാതൊക്കെ തട്ടുമ്പോൾ ഞങ്ങളുടെ ഭാര്യമാർ പറയും, അച്ഛാ പ്രതിപുരുഷനുമില്ല, സെക്രട്ടറിയില്ല, വലിയ കബറുമായിട്ട് വരുമോ തുറന്നു കൊടുക്കാൻ. മനസ്സിലാകുന്നവർക്കായി ഇത് കർത്താവിനറിയാം. സ്വോത്രം. അതുകൊണ്ട് നോഗയുടെ പെട്ടകത്തിന്റെ കുറ്റി ആരിട്ടു? സ്വർഗത്തിലെ ദൈവം ഇട്ടു. ഇന്ന് രാത്രി ദൈവം ഒരു കുറ്റി ഇട്ടാൽ പിന്നെ അതാർക്കും തുറക്കാൻ പറ്റത്തില്ല. പക്ഷേ ദൈവം ഒരു വാതിൽ തുറന്നാൽ, അവൻ ഒരു വാതിൽ നിനക്ക് വേണ്ടി തുറന്നാൽ കോട്ടൂരിലെ മന്ത്രവാദിക്കും അത് അടയ്ക്കാൻ കഴിയത്തില്ല. മനസ്സിലാകുന്നവർക്കാൽ ദൈവം നിന്റെ കുടുംബത്തിന് വേണ്ടി ഒരു വാതിൽ തുറന്നാൽ അതടയ്ക്കാൻ ഒരു മന്ത്രവാദിക്കും കഴിയത്തില്ല. അങ്ങനെയാ എല്ലോയും മാങ്കോയും എല്ലാം പോയി. പെരുമഴ പെയ്തിറങ്ങി 40 രാവും 40 പകലും. മൃഗങ്ങൾ മുഴുവൻ തീർന്നു, മനുഷ്യർ മുഴുവൻ തീർന്നു, സസ്യജാലങ്ങൾ തീർന്നു. ആദ്യം നോഗ ഒരു സംശയം, ഒരു കാക്കയെ വിട്ടു നോക്കാമല്ലോ. കിളിവാതിൽ തുറന്നു, കാക്ക പോയി വന്നു വരുന്നു. പിന്നെ കാക്ക വന്നില്ല. ആ സമയത്ത് നോഗയ്ക്ക് പിടികിട്ടി, വെള്ളം ഇറങ്ങി തുടങ്ങി. കാക്ക ഏതോ മരക്കൊമ്പിൽ ഇരുന്നത്. രണ്ടാമതായി പ്രാവിനെ വിട്ടു. പ്രാവ് പോയി പച്ചല കൊത്തിക്കൊണ്ടുവന്നു. അതിന്റെ അർത്ഥം വെള്ളം ഇറങ്ങി തുടങ്ങി, ചെറിയ ഇലകൾ നാം വിട്ടു. പിന്നെ പ്രാവും വന്നില്ല. നോഗയുടെ പെട്ടകം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നപ്പോഴും പെട്ടകത്തിനകത്ത് ഒരു കലകം ഉണ്ടായിരുന്നു. പെട്ടകത്തെ അമ്മാമ്മ പറഞ്ഞ്, കർത്താവ് പറഞ്ഞത് വെറുതെയൊക്കെയോ? മിക്കവാറും നമ്മുടെ പെട്ടകം ഈ ചിറ്റൂരി നമ്മുടെ നെയ്യാറിന്ന് ഒഴുകി ഒഴുകി മിക്കവാറും തൃപ്പരപ്പിലോ ഗോതയാറിലോ ചെന്ന് വീഴുമെന്ന് മനസ്സിലാകുന്നവർക്കായി നോഗ അമ്മാമ്മയോട് പറഞ്ഞു, സഹോദരി നീ സമാധാനമായിട്ടിരിക്കുക, ഈ പെട്ടകം ദൈവത്തിന്റെ സ്ട്രക്ചർ പ്രകാരമാണ് പണിഞ്ഞത്. അതുകൊണ്ട് കാറ്റടിച്ചാലും പെരുങ്കാറ്റടിച്ചാലും ആടിയുടെ വെള്ളം ഇളകിയാലും അല്പ പടകിനകത്ത് വെള്ളം കയറിയാലും അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ ഇത് വെള്ളത്തിനകത്ത് മുങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ദൂതേറ്റെടുക്കുന്നവർക്ക് ഇന്ന് രാത്രി നിന്റെ കുടുംബജീവിതത്തിനകത്ത് കൊടുങ്കാറ്റടിക്കാം, പെരുങ്കാറ്റടിക്കാം, നീ തകരുമെന്ന് നിന്റെ വീട്ടിലുള്ളവർ പറയാം. എന്നാൽ ഇന്ന് രാത്രി പറയണം, അടിസ്ഥാനമിട്ടത് ദൈവമെങ്കിൽ നിന്റെ പെട്ടകത്തെ വെള്ളത്തെ മുക്കുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. വചനം ഏറ്റെടുക്കുന്നവർക്കായി ആദിയിങ്കൽ കൈപ്പെങ്കിലും അന്ത്യത്തിൽ മധുരമാക്കുന്ന ദൈവം ഇന്ന് രാത്രി പെരുങ്കാറ്റ് നിനക്കെതിരെ അടിക്കാം, കൊടുങ്കാറ്റ് നിനക്കെതിരെ അടിക്കാം, ഈശാനുമൂലം നിനക്കെതിരെ അടിക്കാം. സിസ്റ്റർ ബ്രദർ ഇന്ന് രാത്രി പറയണം, അടിസ്ഥാനമിട്ടത് ദൈവമെങ്കിൽ ഇന്ന് രാത്രി അതിനെ അരാരാത്തിനകത്ത് ഉറപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി എത്ര പേർക്ക് കരം ഉയർത്തുവാൻ പറയും? നിന്റെ വീട്ടിൽ നിന്ന് ദൈവം നിന്നെ വിളിച്ചിറക്കിയെങ്കിൽ, നിന്റെ കുടുംബത്തിൽ നിന്ന് കറുത്ത പുസ്തകവുമായിട്ട് നീ ഇറങ്ങിയെങ്കിൽ, അതിനകത്ത് വെണ്മയാർന്ന വരികൾ നീ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചെങ്കിൽ നീ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സുനാമി വരട്ടെ, ഭൂകമ്പം വരട്ടെ, ഇവിടെ 40 ദിവസം മഴ പെയ്യട്ടെ, നിന്റെ പെട്ടകത്തെ ആരാധനകത്ത് ഉറപ്പിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവ. ഇന്ന് രാത്രി പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ മാറിപ്പോകും. രാത്രി പൊന്നമ്പയിലും വെള്ളറടയിലും എന്നെ വിളിച്ച ദൈവത്തിന്റെ ദയ എന്നെ വിട്ടു പോകയില്ല. കരമുയർത്തുന്നവർക്ക് നീ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കുടുംബം വീടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. പ്രതികൂലം വരട്ടെ, പ്രതിസന്ധി വരട്ടെ, ഇന്ന് രാത്രി കരമുയർത്തി പറയണം, അടിസ്ഥാനമിട്ടത് ദൈവമെങ്കിൽ അതിനെ ഹല്ലേലൂയ ഉറപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. കുടുംബജീവിതത്തിനകത്ത് അല്പം കറക്കം വരാം, അല്പം പ്രതികൂലം വരാം, പടകിൽ ഇച്ചിരി വെള്ളം കയറാം, സഭയ്ക്കകത്ത് ചെറിയ കശപിശ വരാം. ഭാരപ്പെടേണ്ട കുഞ്ഞ്, അടിസ്ഥാനമിട്ടത് സ്വർഗമെങ്കിൽ അതിനെ ഉറപ്പിക്കാൻ സ്വർഗത്തിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി പെട്ടകം പോയി നെയ്യാറിന്നാ പോയത്. അവസാനം എവിടെ പോയി? ചിറ്റൂർ ഡാമിൻ്റെ അവിടെ ചെന്നാ ഉറച്ചത്. അത് അരാരാത്തെന്ന് പറയാം. അവിടെ ഉറച്ച്. പിന്നെ നോഗയുടെ ഇപ്പം ട്രാക്റ്റും ഇല്ല, ബൈബിളും ഇല്ല, ഒന്നുമില്ല. ആ സമയത്ത് അവിടെ ഏതോ JCB കിടപ്പുണ്ടായിരുന്നു. നോഗ ഇതിനെ സ്റ്റാർട്ടാക്കി വെള്ളം ഇറങ്ങിയ സ്ഥലത്ത് ആദ്യമായിട്ട് നല്ല മുന്തിരി കൃഷി ചെയ്തു. മുന്തിരി കൃഷി ചെയ്ത സമയത്ത് ജനങ്ങളെല്ലാം പതിയെ അന്നത്തെ കാലത്ത് പിന്നെ ഭൂമിയിൽ ഉരുവായ ജനങ്ങളെല്ലാം നോഗയുടെ അടുത്തോട്ട് വരുക പ്രളയത്തിങ്കൽ കഴിഞ്ഞപ്പോൾ. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ ചെറിയ ചെറിയ കച്ചവടം ആരംഭിച്ച് നോഗയെങ്കിൽ ഞങ്ങൾക്ക് മുന്തിരി തരണം. അപ്പോൾ നോഗ പറഞ്ഞ് നിങ്ങൾക്ക് തരാം. ആദ്യം വെള്ളറടക്കാർ, അമ്പൂരിക്കാർ, കാരക്കോണത്തുകാരെല്ലാം സൈക്കിളെ മേടിക്കാൻ വന്ന് ചെറിയ പേശി പൈസയും കൊടുത്തു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ നോഗയുടെ മുന്തിരിക്ക് നല്ല സ്റ്റാൻഡേർഡായി. ആ സമയത്ത് ഓൺലൈനിൽ ആരോ പരസ്യം കണ്ടു, നോഗ OLX ഇടുന്ന ഇട്ട് കൊടുത്തു. സ്വോത്രം കമ്പ്യൂട്ടറിലെല്ലാം സ്റ്റാർട്ടാക്കി. എൻ്റെ ഭാവനയിൽ ബാംഗ്ലൂരുകാർ കണ്ട്. അപ്പം ബാംഗ്ലൂരിൽ ബിവറേജസുകാർക്ക് പിടികിട്ടി നോഗയുടെ മുന്തിരി നല്ല സൂപ്പർ മുന്തിരിയ നമ്മുടെ ചിറ്റൂർ നദിയുടെ അവിടെ എക്കലിനകത്ത് വളരുന്നതാണ്. അവരുടനെ നോഗയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അങ്കിളെ ഈ കാരക്കോണത്തെ വെള്ളറുടെ കശപിശക്കാർക്ക് കൊടുക്കേണ്ട, മൊത്തം നല്ല കണ്ടെയ്നറിലാക്കി ഗൾഫിൽ കാർഗോ വിടുന്ന പോലെ ഞങ്ങൾക്ക് ബാംഗ്ലൂരിലേക്ക് അയക്ക്, ഗൂഗിൾ പേ വഴി പൈസയും തരാമെന്ന്. നോഗ തോട്ടമെല്ലാം കെട്ടി അടച്ചു. അവരുടെ ബാംഗ്ലൂരുകാർക്ക് കൊടുത്തു. നോഗയ്ക്ക് സന്തോഷം. കൺസൈൻമെൻറ്റ് പോകും, ഗൂഗിൾ പേ വഴി കൂക്കിയും വരും.
വെള്ളറക്കാർക്ക് മുന്തിരിയും കൊടുത്തില്ല. ബാക്കി കേട്ടോട്ടെ. അങ്ങനെ ഇരുന്നപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ നല്ല കച്ചവടമായപ്പോൾ ഈ കമ്പനിയിലെ സെയിൽസ്മാൻമാർ വെള്ളറുടെ ഈ കടകൾ സന്ദർശിക്കാൻ വരുന്നോളൂ. ബാംഗ്ലൂരിലെ ബിവറേജസുകാർ നോഗ അങ്കിളിനെ സന്ദർശിക്കാൻ വന്നു. നോഗ ചായ ഇട്ട് കൊടുത്ത് പറഞ്ഞു, അങ്കിളെ നിങ്ങളുടെ മുന്തിരി കിട്ടിയത് കൊണ്ട് ഞങ്ങളുടെ ബിവറേജസ് നല്ല ക്ലിയറായി, നല്ല ബിയറും ഒക്കെ ആയി. വന്നതല്ലയോ, ഒരു ഗിഫ്റ്റ് തരാം, ചെറിയ സാമ്പിൾ ബോട്ടിൽ. സ്വോത്രം. ഞങ്ങളുടെ കള്ളിൻ്റെ ബിയറിൻ്റെ സാമ്പിൾ ബോട്ടിൽ നോഗയ്ക്ക് ബാംഗ്ലൂരുകാർ കൊടുത്തു. നോഗ പറഞ്ഞു, അയ്യോ ഇത് ഞാൻ തൊടത്തില്ല, ഞാൻ പണ്ട് ദൈവവേലക്കാരനായിരുന്നു, ഞാനിത് തൊടത്തില്ല. അപ്പം അവർ ഉപായത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ മലയാളത്തിൽ, കൊല്ലം മലയാളത്തിൽ, അച്ചായ ഇച്ചിരി ഇത് കുടി, യൂറിനൊക്കെ പാസ് ചെയ്യാൻ നല്ലതാണ്, മനസ്സിലാകുന്നവർക്കായി കർത്താവ് ക്ഷമിക്കുമെന്ന്. സ്വോത്രം. അങ്ങനെ പറയുന്ന ഉപദേശിമാർ ഇന്ന് ഇതിനകത്തുണ്ട്. 30 കുടിച്ചാലും അക്കരെ നാട്ടിൽ പോകുന്ന പെരുങ്കള്ളന്മാർ ഇനിയും വരാൻ സാധ്യതയുണ്ട്. വെള്ളറുടെ ഇന്ന് രാത്രി പച്ചയ്ക്ക് പറയുക, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. സ്വോത്രം. മദ്യം നിന്റെ വീട്ടിൻ്റെ ഉണ്ടെങ്കിൽ അക്കരെ നാട്ടിന് എത്തത്തില്ല. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അപ്പം നോഗയും വിചാരിച്ചപ്പോൾ ചർച്ചൊന്നുമില്ല, മിനിസ്ട്രിയൊക്കെ പോയി, ബൈബിളും ഇല്ല, ട്രാക്റ്റും ഇല്ല. അപ്പോൾ ആദ്യം 30 കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ്, പിള്ളേർ MDMA അടിക്കുന്ന പോലെ നല്ല കറക്കം, വീണ്ടും കഞ്ചാവ് ഓയിൽ കാശിച്ച് പോലെ. ഇപ്പം നോക്കിയപ്പം നോഗ ഫുൾ ടൈം കുടിയ. ഒരു ദിവസം ഉച്ചയ്ക്ക് சாம்பிள் போட்டில் காரியம் പറഞ്ഞപ്പോഴാണ് പറയുന്നത്, மேடையில் அருமையான ஊழியக்கார் உட்கார் இருக்குது. ஐயா நீங்கள் எங்கள் வெளிநாட்டு போகுது, விமானத்துக்குள்ளே இருக்குது, அந்த ஏர் ஹோஸ்டஸ் வந்து சின்ன மாதிரி சாம்பிள் போட்டில் தந்தால் கையை தூக்கி குடிக்காது, பக்கத்தில் இருக்கிறவன்டே ஐபோன் இருக்குது. മനസ്സിലാകുന്നവർക്കായി ஸ்தோத்திரம். அருமையான பாசுமார்க்கிட்ட இந்த நாள்களில் கேள்விப்பட்டிருக்குது, அந்த ஏர் ஹோஸ்டஸ் வந்து சின்ன சாம்பிள் போட்டில் தந்தால் யாரும் காண முடியாது, உங்கள் பேக்கில் அகத்திட்டிருக்கணும். മനസ്സിലാകുന്നവർക്കായി നിങ്ങൾ എங்கே പോകുന്നത് അങ്ങ് സാപ്പിടണം. പക്കത്തിൽ ഇരിക്കുന്നവൻ്റെ മൊബൈൽ ക്യാമറയുണ്ട്. മനസ്സിലാകുന്നവർക്കായി ഇതിനകത്ത് വീണതാ കോട്ടയം തങ്കപ്പൻ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. എമിറേറ്റ്സിനകത്തിരുന്ന സ്വോത്രം. തങ്കപ്പൻ ഇത് കിട്ടിയപ്പോൾ ഒറ്റയടി. ഇപ്പുറത്തൊരു പയ്യനുണ്ടായിരുന്നു, അവൻ ബിരുദനായിരുന്നു. അന്ത വാലിബൻ അപ്പ ലൈവ് കൊടുത്ത് സ്വോത്രം. அதுக்கு தான் என்ற உண்மையான வேலைக்கார் இந்த மாதிரி எங்க வெளிநாட்டு போயாலும், ஐயா நீங்க சின்ன போட்டில் கிடைச்சால் பிள்ளைன கூட சாப்பிடக்கூடாது, நல்ல அருமையான பாகி இட்டிருக்கணும். മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അയ്യോ വിശ്വാസികൾക്കല്ല, ഭാഷമാരോട് പറഞ്ഞതാ സ്വോത്രം. அதுக்கு தான் தமிழ் பேசுகிறது. മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് എന്താ സംഭവം എന്നറിയാമോ? അപ്പം ഉച്ചയായപ്പോൾ നമ്മുടെ അമ്പൂരിലെ തോമാച്ചാൻ്റെ കണക്ക് കിടക്കുക, പോസ്റ്റിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന പോലെ കുഞ്ഞുങ്ങൾ വന്ന് നോക്കിയപ്പം പണ്ടത്തെ ഉപദേശിച്ച് ആ കിടക്കുന്ന നോക ഇങ്ങനെ. കുഞ്ഞുങ്ങൾ ഒരുത്തൻ പദപ്പെടുത്തിട്ടപ്പോൾ നോക കെട്ടുവിട്ടുണർന്നു. ഒറ്റ ശാപം. കനാൻ ശപിക്കപ്പെട്ടവൻ, ബൈബിള് ചുമന്നവൻ, തിരുവചനം പ്രസംഗിച്ചവൻ, പരസ്യോതി പ്രസംഗിച്ചവൻ, സ്വർഗം പറഞ്ഞവൻ്റെ കൂടെ ഞാനില്ല. ഒറ്റ പോക്ക് കർത്താവ്. എവിടുന്ന് പോയി? ആദമിൻ്റെ 3ാമത്തെ തലമുറ ഉണ്ടായിരുന്നു, അവൻ്റെ പേരാ ശേത്ത്. ശേത്ത് പാർത്തൊരു സ്ഥലമുണ്ടായിരുന്നു, ഇന്നത്തെ ഇറാഖ് ബാഗ്ദാദ്. സ്വർഗം നേരെ അവിടെ പോയി. 1498 കിലോമീറ്റർ. അവിടെ ഒരു നദിയുണ്ട്, കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ യൂഫ്രട്ടീസിനോട് ചേർന്ന കൈവഴിയായി തേരകിൻ്റെ മകനായി ഒരുവനിരിക്കുന്ന അബ്രഹാം. തേരക് ഡിസൈൻ, അബ്രഹാം വിഗ്രഹത്തിന് പെയിന്റ് അടിക്കുന്നു. അബ്രഹാമിനെ ദൈവം വിളിച്ചു, കുഞ്ഞിനോട് പറഞ്ഞു, നീ എഴുന്നേൽക്ക. ഉൽപ്പത്തി 12. അബ്രഹാമെ നിന്നെ ഞാൻ അനുഗ്രഹിക്കും, ഒരു തലമുറ നിന്നിൽ നിന്ന്, ആകാശത്തിലെ നക്ഷത്ര, ഭൂമിയിലെ പൊടി, കടൽക്കരയിലെ മണൽത്തരി പോലെ. അബ്രഹാമും വിചാരിച്ചു ഇതിന് എത്ര നാൾ കൊണ്ട് പെയിന്റ് അടിക്കുക, സംസാരിക്കുന്നില്ല. അപ്പൊ അബ്രഹാം അവിടുന്ന് ഇറങ്ങി. കൂടെ വിളി കേൾക്കാത്തൊരു പയ്യനും ഉണ്ടായിരുന്നു, ലോത്ത്. അവരെ കൊണ്ടുവന്നു. എവിടെ കൊണ്ടുവന്നെന്നറിയാമോ? വാഗ്ദത്ത കനാനിൽ കൊണ്ടുവന്നു. അവിടെ ഇപ്പോൾ എന്തായി? ആടുപാടുകളും കാര്യങ്ങളും എല്ലാം പടപടായി. ആ സമയത്ത് ഒരു വീതം വെപ്പ് വന്നു. അബ്രഹാമിന് മമ്രയുടെ തോപ്പ് കിട്ടി, ലോത്തിന് സോദോമും ഗോമറയും കിട്ടി. ആ കാലഘട്ടത്തിനകത്ത് തലമുറകൾ വന്നു. അബ്രഹാമിന്റെ സന്തതിയായി ഒരുവൻ വന്നു, ഇസഹാക്ക്. ഇസഹാക്കിന്റെ സന്തതിയായി ഒരമ്മയുടെ ഉദരത്തിൽ 2 എണ്ണം ഉണ്ടായിരുന്നു. 1 ഏശാവ്, 2 യാക്കോബ്. കഥ കേൾക്കണം. യവന്മാര് ഉള്ളത്തി വെച്ച അടി, അവിടെ തൊട്ട് അടി തുടങ്ങുന്നത്, തീരുന്ന അടി ഇന്ന് രാത്രി പറയാം. അങ്ങനെ അടി നടന്നപ്പോൾ ഏശാവ് വനവേട്ടക്കാരന്, മൃഗശാലിയൊക്കെ ആയിരുന്നു, മൃഗസ്നേഹി വനവേട്ടക്കാരന്. അവൻ്റെ ജോലി പന്തിമല, കുരിശുമല സ്ഥലത്തെല്ലാം വെടിവെച്ച് മൃഗങ്ങളെ വേട്ടയാടുക. യാക്കോബ് ആണേ പള്ളിക്കൂടത്തിലും പോകത്തിലും ഒന്നും പോവുകയല്ല, മമ്മിയുടെ ചുരിദാറിൽ പിടിച്ച് ഇങ്ങനെ നിൽക്കുക. അവൻ്റെ പരിപാടി യാക്കോബ്. മനസ്സിലാകുന്നവർക്കായി. ആ സമയത്ത് എന്താ സംഭവിച്ചത്? ഒരു ദിവസം ഭയങ്കര ചൂട്, വെള്ളരുടെ അടിക്കുന്ന പോലെ. അപ്പോൾ ഏശാവ് പന്നിമല വെടിവെക്കാൻ പോയിരിക്കുക, പുലിയനെയോ എലിയനെയൊക്കെ. ഏശാവ് തിരിച്ചു വരുന്ന സമയത്ത് യാക്കോബ് 1ാമത്തെ ചതിവ് ചെയ്തു. 1 പയർ പായസം, 2 സെവനപ്പ്. മനസ്സിലാകുന്നവർക്കായി. അവൻ ആകെ ക്ഷീണത്തിൽ വന്നപ്പോൾ യാക്കോബിനോട് പറഞ്ഞു, അണ്ണാ പിന്നെ പയർ പായസവും വിഷമൻ
ശവനപ്പം തരുമോ? യാക്കോബ് പറഞ്ഞ എല്ലാം തരാം, നീ ഇപ്പൊ പറയണം ഇനി ചേട്ടൻ ഞാനാ നീ അനിയനാ. ജ്യേഷ്ഠാവകാശം അവിടെ നഷ്ടപ്പെടുത്തുന്നു. പോയില്ലേ, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തി ആര് മാറി? ഏശാവ് മാറി. അത് കഴിഞ്ഞപ്പോൾ അപ്പന് വലിയ ഇതായി, അപ്പൻ്റെ കണ്ണ് മങ്ങാൻ തുടങ്ങി. അപ്പോൾ അപ്പച്ചനൊരാഗ്രഹം, ഇസഹാക്കിന് ഇച്ചിരി മാനിറച്ചിയോ വേട്ടയിറച്ചിയോ ഒക്കെ കഴിക്കാന്ന്. എന്തായാലും ഏശാവിനെ വിളിച്ചു. ഏശാവ് പറഞ്ഞിട്ട് നല്ല മാനിറച്ചി ഗണപതിക്കല്ലിലുണ്ട്, ഞാൻ തോട്ടുമായിട്ട് പൊക്കോളാന്ന്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. എന്താ സംഭവിച്ചത്? പുള്ളിക്കാരൻ തോക്കുമായിട്ട് പോയപ്പോൾ മമ്മി വാടക്കയിൽ നിന്ന് മറിഞ്ഞു കേട്ട് മമ്മി യാക്കോബിനോട് പറഞ്ഞു, മോനെ അപ്പന് വിസയും പാസ്പോർട്ടും എല്ലാം റെഡിയായി, ഇനി ടിക്കറ്റ് കിട്ടി കയറിയാൽ മതി. മനസ്സിലാകുന്നവർക്കായി എങ്ങനെങ്കിലും നീ അനുഗ്രഹം മേടിക്കണം. അപ്പം മമ്മിയോട് ചോദിച്ചു, മാനിറച്ചി എവിടെ നിന്ന് കൊണ്ടുവരും? മമ്മി പറഞ്ഞു, നീ വിഷമിക്കണ്ട, താണ്ട നീ നേരെ നമ്മുടെ മൃഗസമ്പത്തിൽ പോയിട്ട് നമ്മുടെ ഒരു മൃഗത്തെ കട്ട് ചെയ്ത് കൊണ്ടുവരണം. എൻ്റെ ഷോക്കേസ് ഇതാണ്ടിരിക്കുന്നുണ്ടല്ലേ, സാമ്പാർ പൊടി, മല്ലിപ്പൊടി, മാനിറച്ചിപ്പൊടി, മട്ടൻ പൊടി, ചിക്കൻ പൊടി. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അന്നാ മമ്മിയ ആദ്യത്തെ എസൻസ് കുടഞ്ഞു കൊടുത്തു, അജനാമോട്ട. മനസ്സിലാകുന്നവർക്കായി ആരുടെ കൈ കൊടുത്ത്? മോൻ്റെ കൈ കൊടുത്ത്. അപ്പോൾ യാക്കോബിനൊരു സംശയം, കളറെല്ലാം അടിച്ചില്ലയോ, എങ്ങനെ കൊണ്ട് കൊടുക്കാൻ? എൻ്റെ ശബ്ദം മനസ്സിലാവും. അതിന് മമ്മി പറഞ്ഞു, അവൻ്റെ രോമക്കുപ്പായം ഉണ്ട്, അതിടണം. പിന്നെ ആര് ചോദിച്ചാലും നീ ആദ്യ ജാതനാന്ന് പറയണം. യാക്കോബ് ആരാ മോൻ? അവിടെ ചെന്ന് അപ്പച്ച വിളിച്ചു, പപ്പായി നല്ല മാനിറച്ചി വന്നിട്ടുണ്ട്. ഇസഹാക്ക് കണ്ണ് മങ്ങിയിരിക്കുക. ഇസഹാക്ക് ചോദിച്ചു, ഇത്രയും പെട്ടെന്ന് ഇവിടുന്ന് കിട്ടി? ഒന്നാമത്തെ കള്ളം കർത്താവ് തന്നെന്ന്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. 2, അവൻ ഇത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ശബ്ദം, നീ എൻ്റെ ആദ്യ ജാതനോ? യാക്കോബ് പറഞ്ഞ് കൈ തപ്പി നോക്കാൻ. സ്വോത്രം. തപ്പി നോക്കിയല്ല, കൈ തപ്പി നോക്കാൻ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. കൈ തപ്പി നോക്കിയപ്പോൾ രോമക്കുപ്പായം. അപ്പം ഭക്ഷിച്ചു, വെള്ളവും കുടിച്ചു. ഒറ്റ അനുഗ്രഹം, ഇവനെ നല്ലതായി അനുഗ്രഹിക്കുന്നു. സിൻ്റെ സന്തതിയുടെ പരമ്പരകൾ ഇത് നല്ലതുപോലെ ക്ലിയർ ആവും. അപ്പം മമ്മി പറഞ്ഞു, ഇനി ഇവിടെ നിന്നാൽ രക്ഷയില്ല. നീ 2 പറ്റിപ്പാ പറ്റിച്ചത്. 1, ചേട്ടന് പയർവായുസവും ശവനപ്പം കൊടുത്ത്, ഒന്നാമത്തെ കാര്യം ജ്യേഷ്ഠാവകാശം. 2, നീ അനുഗ്രഹവും മേടിച്ചു ഇവിടെ നിന്ന്. അപ്പോൾ മമ്മിയോട് ചോദിച്ചു, ഞാൻ എങ്ക പോയത്? തമിഴ് പാട്ടല്ല, മനിതനെ നീ എങ്ക പോയത്? മനസ്സിലാകുന്നവർക്കായി. അപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ അങ്കിള് മാർത്താണ്ഡത്തുണ്ട്, ലാബാൻ്റെ വീട്ടിൽ പോകാൻ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അവൻ വെള്ളറടേന്ന് വലിയ യാത്രയായി. നാടൻ മലയാളം ഇങ്ങനെ പറഞ്ഞെങ്കിലും മനസ്സിലാവും. മമ്മി എന്താ കൊടുത്തതെന്നറിയാമോ? ഒരു തുരുത്തി വെള്ളവും കൊടുത്ത് ഒരു വടിയാട്ടവും പോവുക. ബൈ റൂട്ട് കയറി പുലിയൂർശാല വഴി, നമ്മുടെ ചെറിയ കൊല്ല വഴി അവൻ നേരെ ഇങ്ങനെ പോവുക. അങ്ങനെ എത്തിയപ്പോൾ പഴയ കാലത്തെ തമിഴ്നാട് ഏകദേശം നമ്മുടെ മാർത്താണ്ഡത്തിന് ഇപ്പുറം കുടിത്തറ സൈഡൊക്കെ ആയപ്പോൾ പഴയ വനമാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് സന്ധ്യയായി. അവൻ്റെ കുപ്പിവെള്ളം തീർന്നു, വടിയും പോയി. അപ്പം വിചാരിച്ച് കിടക്കാന്നപ്പോൾ അന്ന് എന്താ ഗൂഗിൾ മാപ്പും GPS ഇല്ല. യവന് പിടികിട്ടി. കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, ഈ ലാബാൻ്റെ വീട് എനിക്കറിയത്തുമില്ല, തിരിച്ച് എന്നാൽ മറ്റവ AK-47 നിൽക്കുക എന്ന്. രാത്രി അവൻ്റെ കല്ല് തലയണയിൽ വെച്ചു. AC മുറി കടന്നവൻ അന്ന് മരുഭൂമിയിൽ കല്ല് തലയണയിൽ വെച്ചു. ലൂസിൻ്റെ പട്ടണത്തിൽ അവൻ്റെ കണ്ണുനീരിറങ്ങിയപ്പോൾ സ്വർഗത്തിൻ്റെ കോവണി ഇറങ്ങി വന്നു. കരമുയർത്തുന്നവർക്കാൽ നിന്റെ ബാക്ക്ഗ്രൗണ്ട് ദൈവം നോക്കുന്നില്ല, നീ വന്ന വഴി ദൈവം നോക്കുന്നില്ല. അപ്പച്ച അമ്മച്ചി എന്ന് രാത്രി നിന്റെ കടപ്പ് മുറിക്കകത്ത് അല്ലെങ്കിൽ നിന്റെ തലയണക്കകത്ത് കണ്ണുനീരിറങ്ങുമ്പോൾ സ്വർഗത്തിൻ്റെ കോവണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ദൈവമക്കൾക്ക് we need the background. നിന്റെ ചേട്ടനെ പറ്റിച്ച ബാക്ക്ഗ്രൗണ്ട് നോക്കുന്നില്ല, നിന്റെ അപ്പനെ പറ്റിച്ച ബാക്ക്ഗ്രൗണ്ട് നോക്കുന്നില്ല. നീ കരയാൻ തയ്യാറുണ്ടെങ്കിൽ നിനക്കൊരു വിടുതൽ തരാൻ സ്വർഗത്തിലെ ദൈവ ശക്തന. കണ്ടോ, ചില പ്രാർത്ഥനയുടെ മറുപടി ഇൻസ്റ്റന്റ് ആയിട്ട് ദൈവം കൊടുക്കും. സ്വോത്രം. യവൻ അധിക ദിവസം അവിടെ കിടന്ന അവൻ തീരും, ഏശാവ് വരും. അപ്പൊ ദൈവത്തിന് അവനെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ ആകാശത്തിന്റെ കോവണി തുറന്ന് സ്വർഗത്തിന്റെ കരം അവന് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി വെള്ളറടയിൽ പറയണം, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഹല്ലേലൂയ. കരമുയർത്തുന്നവർക്ക് നിന്റെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. യാക്കോബ് പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, ഈ യാത്ര എൻ്റെ GPS ഇല്ല, ഞാൻ പോകുന്ന വഴിയെല്ലാം കാണിച്ചു തരണം, എനിക്ക് റൂട്ടെല്ലാം മനസ്സിലാക്കി തരണം, എല്ലാ കാര്യങ്ങളും ചെയ്തു തരണം. അപ്പം സ്വർഗം പറഞ്ഞു, അതെല്ലാം ചെയ്യാം. പിന്നെ അവസാനവും പറഞ്ഞ എന്തോന്നറിയോ, എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് എന്നെ തിരിച്ചയക്കണേന്. അപ്പം അവൻ്റെ GPS തയ്യാറായി. നേരെ ഇവിടത്തേക്ക് യാത്രയായി ലാബാൻ്റെ വീട്ടിലേക്ക്. അവിടെ ലാബാൻ്റെ ഭവനത്തിലെത്തുമ്പോൾ അരാമ്യരുടെ കൂടാരത്തിലെത്തുന്നതിന് മുമ്പ് റാഗേലിനെ കണ്ടു. റാഗേൽ വഴി ഒരുക്കി അവിടെ ചെന്നു. അവിടെ ദൈവസാന്നിധ്യം ഇറങ്ങിയ യാക്കോബിനെ കണ്ട ലാബാന് പിടികിട്ടി. അവൻ നമ്മ കുടുംബത്തിൽ നിന്ന നല്ല അനുഗ്രഹം. ആടുമാടുകളെ എല്ലാം ഏൽപ്പിച്ചു. അപ്പം യാക്കോബ് അങ്കിളിനോട് പറഞ്ഞ്, ഈ റാഗേലിനെ കല്യാണം കഴിച്ചു തരണമെന്ന്.
ഉടനെ അങ്കിൾ പറഞ്ഞ് 7 വർഷം നീ ഇവിടെ നിൽക്കണം. ഞങ്ങൾ പറയുന്ന പോലെ 3 വർഷം ബൈബിൾ സ്റ്റഡി, 2 വർഷം അപ്പച്ചൻ്റെ കീഴിൽ നിൽക്കണം, 2 വർഷം തമ്പയർ അടിക്കണം, 7 വർഷം കഴിയുമ്പോൾ തന്നെ കോർഡിനേഷൻ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. എത്ര ക്ലിയർ ആയെന്നറിയാം. 7 വർഷം സേവിക്കണമെന്ന്. യാക്കോബിൻ്റെ വാട്സപ്പിൽ റാഹേലിൻ്റെ ഫോട്ടോയും കൊടുത്ത് പാവപ്പെട്ടവ ഈ ഫോട്ടോയും വെച്ച് മണ്ണാത്തിപ്പലയും കുരിശുപല എല്ലാം ഇട്ട് ആടിനെ മേയ്ക്കുക, മാർത്താണ്ട തോവാള എല്ലായിടത്തും. സ്വോത്രം. 7 വർഷം കഴിഞ്ഞ് രാത്രിയിലായിരുന്നു കല്യാണം. ഭയങ്കര സന്തോഷം. രാത്രി കല്യാണം കഴിഞ്ഞ് രാവിലെ ബെഡിലിരിക്കുന്ന പെങ്കൊച്ചിനെ നോക്കി റാഹേലല്ല, വാസന കയറിയെന്ന് നല്ല കണ്ണിന് ലേസർ അടിക്കുന്ന ലേയ. മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ. കൊടുത്താൽ കൊല്ലത്തല്ല വെള്ളറടയിലും കിട്ടും. മനസ്സിലാകുന്നവർക്കായി. കണ്ണ് മങ്ങി അപ്പച്ചന് മാനറച്ച് കളിപ്പിച്ചവന് ദൈവം അടിച്ചിട്ട് കൊടുത്ത്. അവനറിയത്തില്ല അത്. യാക്കോബ് വെള്ളറട UIT ആകെ BCom എടുത്തിട്ടുള്ളു. മറ്റേ ലാബാനാന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ PhD MPhil കഴിഞ്ഞതാണ്. മനസ്സിലാകുന്നവർക്കായി സ്വന്തം. അപ്പം റാഹേൽ അപ്പം പറഞ്ഞ് വീണ്ടും കലകുണ്ടായി. അപ്പം പറഞ്ഞു ഒരു 7 വർഷവും കൂടെ നീ നില്ല്, റാഹേലിനെ തരാം. റാഹേലിനെ കിട്ടി. ബിൽഹാ സിൽപ്പ 20 വർഷമായി. ഇപ്പം പാട്ടില്ല, പ്രാർത്ഥനയില്ല, പ്രയർ കാർഡില്ല, ഒന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഈ ലാബാൻ്റെ മക്കൾ എവിടെ പോയെന്നറിയാമോ? ഇവരെല്ലാം കൂടെ UK മാൾട്ടാദ്വീപിലും അയർലൻഡിലും ഒക്കെ പോയി. 2 വർഷം കഴിഞ്ഞ് പിള്ളേർ ലീവിന് വന്ന് നോക്കിയ സമയത്ത് പ്രമാണവും അവൻ തിരുത്തി. മനസ്സിലാകുന്നവർക്കായി. ആ നിർമ്മൽ കൃഷ്ണ ചിട്ടി പൊട്ടിയോല അപ്പൻ്റെ കാശെല്ലാം അവൻ അടിച്ചു മാറ്റി. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. പിള്ളേർ വിവരാവകാശം അന്വേഷിച്ചപ്പോൾ പിള്ളേർക്ക് മനസ്സിലായി യവനെല്ലാം തട്ടിയെന്ന്. നമ്മുടെ ഗുണ്ടാടൻ കൊച്ചുവൻ കാണിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് പിള്ളേർ പിച്ചാത്തി കാണിച്ചു. അപ്പോൾ യാക്കോബിന് പിടികിട്ടി ഇനി രക്ഷയില്ലെന്ന്. ആ സമയത്ത് പിള്ളേർ ഊട്ടിയിലും കൊടൈക്കനാലിലും UK വന്നില്ല, ഒന്ന് കറങ്ങാൻ പോയി. ലാബാനാന്ന് ആടുകളുമായിട്ട് എവിടെ പോയെന്നറിയാമോ? നല്ല സ്ഥലമായ സായംകുടിയിലൊക്കെ തീറ്റാൻ പോയി. ആ സമയത്ത് 3 ഇനോവ വീട്ടിലുണ്ടായിരുന്നു. യാക്കോബ് പറഞ്ഞു പിള്ളേരെല്ലാം കയറിയാട്ട് കുമ്പനാട് കൺവെൻഷൻ പോലെ എല്ലാത്തിനും ഒറ്റ കയറ്റ്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. എവിടെ വന്നെന്നറിയാമോ? യാബോക്കിൻ്റെ കടവിൽ. അന്നത്തെ കാലത്ത് ജനം കുറവാ. അവൻ അക്കരെ കയറാൻ വയ്യ. പെൺപിള്ളേരെ അക്കരെ കയറ്റാൻ യവന് പോകാൻ പറ്റത്തില്ല. യവ എവിടെ കിടക്കാം. വൈകിട്ട് അതുവഴി ഒരു ദൂതൻ വന്നു. യവൻ ദൂതനെ കയറി പിടിച്ചു, മൽപ്പിടുത്തം നടത്തി. അപ്പം ദൂതൻ പറഞ്ഞു ഞാൻ പോവുക. യാക്കോബ് അവൻ്റെ കാര്യം പിടിച്ചു. പോകത്തില്ലെന്ന് പറഞ്ഞു. സ്വോത്രം. അങ്ങനെ വിട്ടു ഒരു ദിവസം ഉഷസാകുവോളം അങ്ങ് പിടി നടത്തി. അവസാനം യാക്കോബിനോട് ദൂതൻ ചോദിച്ച് കുഞ്ഞെ നിൻ്റെ പേരെന്താ? പപ്പ ഇട്ട പേര് യാക്കോബ്. ഉടനെ ദൂതൻ പറഞ്ഞു എന്നോടും സ്വർഗത്തോടും മനുഷ്യരോടും നീ മല്ല് പിടിച്ചത് കൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല, നിന്റെ പേര് ഇസ്രായേൽ. കരമുയർത്തുന്നവർക്കായി. അങ്ങനെ ഈ രാജ്യമുണ്ടാകുന്നത്. ചാനലുകാർക്ക് ചർച്ചയൊരു മണ്ണം കെട്ടേറിയത്തില്ല. ഉൽപ്പത്തി 32:27 അവൻ ആടുമാടുകളുമായിട്ട് ഇവിടെ വന്നു, വാഗ്ദത്ത കനാനിൽ വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. എന്താ സംഭവം എന്നറിയാമോ? മക്കൾ മുമ്പോട്ട് പോയപ്പോൾ യാക്കോബിന്റെ തലമുറയിൽ ഒരുവനുണ്ടായി, യോസഫ്. അവനെ ചേട്ടന്മാർ പൊട്ടക്കിണറ്റിലിട്ടു. ശെക്കേമിൽ ആട് വയ്ക്കാൻ പോയി ചേട്ടന്മാർ അന്വേഷിച്ച് യോസഫ് പോകുമ്പോൾ പൊട്ടക്കിണർ. 2 ഏറ്റവും നിർണായകമായി അവൻ പൊത്തിപ്പേറിന്റെ ഭവനത്തിലായി. 3 അടിമച്ചന്തയിൽ അവന് വിൽപ്പനച്ചരക്ക്. 4 അവൻ എവിടെ? കാരാഗ്രഹത്തിൽ. 5 അവൻ മിസ്രൈമിന്റെ ഉപപ്രധാനമന്ത്രിയായി. അന്നൊരു സംഭവം നടന്നു. ചേട്ടന്മാർ അരിയും പലവ്യഞ്ജനവും മേടിക്കാൻ വന്നു. അരിയും പലവ്യഞ്ജനവും മേടിക്കാൻ വന്നപ്പോൾ ചേട്ടന്മാർക്ക് വിസയെല്ലാം കൊടുത്തു. അപ്പച്ചനെയും കൊണ്ടുവന്നു. ഇസ്രായേൽ പാളയം ഇപ്പം മിസ്രൈമിനകത്തായി. ഒരു യഹൂദൻ 10 പേരെ കൊല്ലുമെന്നറിയാം. അന്ന് ആ കുഞ്ഞുങ്ങളെ കൊല്ലാനുള്ള പദ്ധതി ആരംഭിക്കുന്നത്. ആ സമയത്ത് ഇവരെല്ലാം അന്ന് പോയി. അതിനുശേഷം മിസ്രൈമിന്റെ പാളയത്തിനകത്ത് ഒരുവൻ വന്നു, മോശ. ആ മോശ തുടങ്ങി. അവരുടെ നിലവിളി ഞാൻ കണ്ടു, കഷ്ടത ഞാൻ കണ്ടു. ആ പെസഹായിൽ ആയിരക്കണക്കിന് ആടുകളെ ഇറത്തു. ആടുമേറിയ ചെങ്കടൽ കടന്നു. എവിടത്തേക്ക് വന്നു? അവർ ചെങ്കടൽ കടന്നു. 2 മോശ അവിടെ അവസാനിക്കുന്നു. അതിനുശേഷം ഒരുവൻ ഇറങ്ങി, യോശുവ. അവന്റെ കൂടെ വേറൊരുത്തനുണ്ടായിരുന്നു. ആ യോശുവായും കൂടെ വേറെ പ്രിയപ്പെട്ടവൻ. അവർ 2 പേരും കൂടെ എവിടത്തേക്ക് പോയെന്നറിയാമോ? വാഗ്ദത്ത കനാനിലേക്ക് യാത്രയായി. മുന്തിരിക്കൊല വെട്ടിക്കൊണ്ടവർ കനാനിലേക്ക് വന്നു. അവരൊരു ജനമായി തീർന്നു. യോശുവയുടെ കൂടെ പ്രിയപ്പെട്ടവനുമായിട്ട് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോൾ അവർ ഒരു ജാതിയാകുന്നു, ഇസ്രായേൽ ജാതി. ഇസ്രായേലിനകത്ത് ഇപ്പം ആരില്ല, ഒരു രാജാവില്ല. അവർ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. 1 ഒരുവന്റെ പേരിനകത്ത് ഇസ്രായേൽ ആരംഭിച്ചു. 2 മോശയാൽ ചെങ്കടൽ കടന്നു. അത് കഴിഞ്ഞിട്ട് 3 യോശുവായാൽ അവർ യോർദാനിലേക്ക് വരുന്നു. അവരെവിടാ? അവിടെ മുന്തിരിക്കൊല വെട്ടിക്കൊണ്ട് കടന്നു വരുന്നു. ഇപ്പോൾ ഒരു ജനമായി. അവർക്കൊരു രാജാവിനെ വേണം. പ്രാർത്ഥിച്ചു. കഴുത അന്വേഷിച്ചു പോയി ഒരുവൻ ശൗൽ ഇസ്രായേലിന്റെ രാജാവായി. ചരിത്രം 40 വർഷം ഇസ്രായേലിനെ ഭരിച്ചു. അതിനുശേഷം ശൗൽ വീണ്ടും പോയി ഒരുവനെ ദൈവം രാജാവാക്കി. കാട്ടിനകത്ത് കരമടിച്ച ദാവീദ് ഇസ്രായേലിന്റെ രാജാവ്. 40 വർഷം 80 വർഷം പിന്നിടുന്നു. അത് കഴിഞ്ഞ് 40 വർഷം ഒരുവൻ വരുന്നു, ശലോമോൻ രാജാവ്. ആരാ? ദാവീദിന്റെ മകനായി. ആ ശലോമോന്റെ 40 വർഷം പിന്നിടുന്നു. 40 വർഷം കഴിഞ്ഞപ്പോൾ
ഇതിന് ശേഷം ഒരുവൻ വന്നു, രഹബയാം. ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു. ഒന്ന് ഇസ്രായേലിന്റെ തലസ്ഥാനം, ആ ഇസ്രായേലിന്റെ ഒരു പാർട്ടികളായി ശമര്യ വന്നു. രണ്ടാമത്തെ രാജ്യം യഹൂദിയ. യഹൂദിയുടെ തലസ്ഥാനമായി ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു നഗരം വന്നു. അതിന്റെ പേര് ജെറുസലേം. കരമുയർത്തുന്നവർക്ക് ബൈബിളും ചരിത്രവും ഇതിനു വേണ്ടി അന്തിമ യുദ്ധം വരാൻ പോകുന്നത്. അതാ യേശു പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പേൻ, അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവനടുക്ക വാതിൽക്കൽ. അത് കണ്ട ഇന്നത്തെ ജെറുസലേമിന് അന്തിമ ദിനമങ്ങൾക്ക്. ഇനി ജെറുസലേമിനോടുള്ള വിഷയത്തിൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്രായേലിന്റെ തലസ്ഥാനം ശമര്യ, യഹൂദിയുടെ തലസ്ഥാനം ജെറുസലേം. ഇവിടം തൊട്ട് പഠനം ആരംഭിക്കാൻ പോവുക. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, 1948 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയൻ കൊടി ഉയർത്തിയപ്പോൾ ഇസ്രായേൽ രാഷ്ട്രം 22,700 കിലോമീറ്റർ ഒത്ത നടുക്കായി ജെറുസലേം കിടക്കുന്ന 671 കിലോമീറ്റർ. അത് അന്ന് അറബ് ലീഗിനും വഖഫ് ബോർഡിനും കൊടുത്തേക്കുന്നത്. അതിന്റെ അർത്ഥം എല്ലാവർക്കും തുല്യ അവകാശം. യെരുശലേമിന് വേണ്ടി ആദ്യത്തെ അടി ആരംഭിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്താ യെരുശലേം? സമയത്തിന്റെ ലഭ്യതയിൽ യഹൂദൻ ഇത് വിട്ടുകൊടുക്കത്തില്ല. 15 കാര്യങ്ങളാണ് യെരുശലേമിന്റെ പ്രത്യേകത. ഒന്ന്, ദാവീദിന്റെ പട്ടണം. 2, 5000 വർഷം പഴക്കമുള്ള ഒരു നഗരം യെരുശലേം. 3 മതങ്ങളുടെ സംഗമഭൂമി, ഇസ്ലാം മതം, അത് കഴിഞ്ഞ് യഹൂദ മതം, അത് കഴിഞ്ഞ് ഏറ്റവും നിർണായകമായി പിന്നെ ഇസ്ലാം, യഹൂദൻ, ക്രൈസ്തവ മതം. ഇത് 3 പറയുന്നു. 4, വിശുദ്ധ നാട്. 5ാമത്തെ പ്രത്യേകത അൽ-അഖ്സ മോസ്ക്, മക്ക മദീന കഴിഞ്ഞാൽ ഇവിടെ. 6, മുഹമ്മദ് നബി സ്വർഗാരോഹണം ചെയ്തെന്ന് പിന്നെ നമ്മുടെ ഇസ്ലാം സഹോദരന്മാർ പറയുന്ന ഒരു പാറ, ഡോമ ബ്രോക്ക്. അത് മുഹമ്മദ് നബി സ്വർഗാരോഹണം ചെയ്തതല്ല, അബ്രഹാം ഇസഹാക്കിനെ കടത്തിയ പാറ. ആ പാറയെ പറയുന്ന മുഹമ്മദ് നബി പോയെന്ന് ഇസ്രായേൽ മൊത്തം അത് തെളിവായി. 7ാമത്തെ കാര്യം ഏറ്റവും നിർണായകമായി യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം ഇവിടെ. 8, യേശുവിന്റെ തൈലലേപനം ഇവിടെ. 9, കിന്ദ്രോൻ തോട് ഇവിടെ. 10, മറിയാമ്മച്ചിയുടെ കല്ലറ ഇവിടെ. 11, യേശു ഉയർത്തെഴുന്നേറ്റ് അരിമത്തക്കാരനായ യോസഫിന്റെ കല്ലറ ഇവിടെ. 12, ശിഷ്യന്മാരുടെ നടുവിൽ വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് യെരുശലേമിൽ. 13, ലോകത്തിൽ 60 പ്രാവശ്യം യുദ്ധത്തിൽ മുറിവേൽക്കപ്പെട്ട സ്ഥലമാണ് ജെറുസലേം. 23 പ്രാവശ്യം ജനം ഓടി. അത് കഴിഞ്ഞതിന് ശേഷം 15ാമത്തെ കാര്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന വ്യക്തിയെ മഹാത്മജി, യഹൂദന് സ്വാതന്ത്ര്യം നേടിത്ത കൊടുത്ത ചെറുപ്പക്കാരൻ തിയോഡർ ഹെർസൺ, അവന്റെ കല്ലറ ഈ പട്ടണത്തിനകത്ത് അവന്മാർ വിടത്തില്ല. 16, അവന്റെ തകർന്നു പോയ ആലയത്തിന്റെ വിലാപം അതിലും, അതുപോലെ തന്നെ കിഴക്കേ വാതിലും ഇവിടെ. അതാ പരിഭ്രമ പാത്രം. 2ാമത്തെ ഭാഗത്തിലേക്ക് 1967. ഇനിയുള്ള വചനം നിങ്ങൾ ക്ലിയർ ആയിരിക്കണം. 1967 അറബ് ഇസ്രായേൽ വാർ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അറബ് ഇസ്രായേൽ വാർ. 1, യെരുശലേം. 2, ഞാൻ പറഞ്ഞു 15-16 കാര്യം പരിഭ്രമപാത്രം. 3, ഭാരമുള്ള കല്ലായി ഇത് മാറാൻ പോവുകയാണ്. ഇതിന്റെ പ്രത്യേകത 1967 അറബ് ഇസ്രായേൽ വാർ. മോൻ സങ്കീർത്തനം 83 എടുക്കണം. 6 രാജ്യങ്ങൾ ഇസ്രായേലിനെ തീർക്കാൻ ശ്രമിച്ചു. 1, സൗദി അറേബ്യ. 2, ലബനോൻ. 3, സിറിയ. 4, ഇറാൻ. 5, ഈജിപ്റ്റ്. അത് കഴിഞ്ഞ് 6, ഇറാഖ് അടക്കമുള്ള രാജ്യങ്ങൾ ഇവനെ തുടച്ചു നീക്കാൻ തീരുമാനിച്ചു. ബൈബിൾ വായിക്കാം. 83 സങ്കീർത്തനം 4, 5, 6. മോൻ വായിച്ചാട്ടെ സങ്കീർത്തനം 83, 4, 5, 6. എല്ലാവരും എടുക്കാട്ടെ. വരുവീൻ. വായിക്കാമോനെ. വരുവീൻ. ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം, ഇസ്രായേൽ ഒരു ജാതി ഇരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളക, അവനെ തീർത്തുകളെ. മനസ്സിലാകുന്നവർക്കായി അടുത്ത വായിച്ചു. അവരുടെ പേര് ഇനി ആരും ഓർക്കരുത്. ലോക ചരിത്രത്തിൽ യഹൂദന്റെ പേര് ആരും ഓർക്കരുത്. അടുത്ത വാക്ക് എന്ന് അവർ പറഞ്ഞു. അവർ ഐക്യമത്യപ്പെട്ടു. വായിക്കാമോനെ. അവർ ഇങ്ങനെ ഐക്യമത്യയോടെ ആലോചിച്ചു. ആരൊക്കെയാ? വായിച്ചു. നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു. നിനക്ക് വിരോധമായി സഖ്യത ചെയ്തു. ഏദോമ്യരുടെയും ഇശ്മായേലരുടെയും കിടക്കുന്ന ഏദോമ്യർ, ഇശ്മായേല്യർ, എല്ലാവരുടെ രാജ്യങ്ങൾ. അടുത്തത് കൂടാരങ്ങളും. മോവാബ്, ഹഗര്യരും, കൂടെ ഗബാലും, അമ്മോനും, അമാലേക്കും, ഫെലിസ്ത്യദേശവും, സോർ നിവാസികളും, അശൂരും അവരോട് യോജിച്ചു. കിടക്കുന്ന ഇത്രയും രാജ്യങ്ങളാ 1967 അറബ് ഇസ്രായേൽ വാറിനകത്ത് അവരെ അടിക്കാൻ പോയത്. എല്ലാരും കേൾക്കണേ. ഇവനിപ്പോ 19 വയസ്സേ ഉള്ളു. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഡിഗ്രിക്ക് പഠിക്കുന്ന പയ്യനാ. ഇസ്രായേൽ 48 സ്വതന്ത്രമായി 67. അവന്റെ കയ്യിൽ 25,000 പട്ടാളക്കാര്, 15 കുഞ്ഞു വിമാനം, 2 കുഞ്ഞു കപ്പല്. അപ്പൊ ഇവരെല്ലാം കൂടി ഞാൻ ഈജിപ്തിന്റെ അതിർത്തി നിൽക്കുക. അപ്പൊ ഇസ്രായേൽ നിലവിളിക്കാൻ തുടങ്ങി. അവിടുത്തെ അന്നത്തെ പ്രസിഡന്റിന്റെ പേരായിരുന്നു, ഈ ഇസ്രായേലിലെ പ്രധാനമന്ത്രിയുടെ പേരാ മോശിദാൻ. അവർ വന്ന് ഈ കണ്ണിച്ചിരി, ഒരു കണ്ണിന് കാഴ്ച കുറവുള്ള വ്യക്തിയായിരുന്നു മോശിദാൻ. അവൻ യഹോവ ഭക്തനായിരുന്നു. അവൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ
48 മണിക്കൂർ കഴിഞ്ഞാൽ ഇസ്രയേൽ രാഷ്ട്രം കാണത്തില്ല. മോശദാൻ പറഞ്ഞു എന്താ കാര്യം? 300 വിമാനത്തായി ഈജിപ്തിൽ കിടക്കുന്നു. അനേകം പടയാളികൾ, സൗദി അറേബ്യ, ഈജിപ്റ്റ്, ജോർദാൻ, ദാ കിടക്കുന്ന സിറിയ, ലെബനോൻ, ഇവരെല്ലാം ദാ കാത്തു നിൽക്കാൻ നമ്മളെ പിടിക്കാൻ, യെരൂശലേം പിടിക്കാൻ. അദ്ദേഹം പറഞ്ഞു അതവിടെ ഇരിക്കട്ടെ, അവർക്ക് 300 വിമാനം കാണും, 2 ലക്ഷം പടയാളികൾ കാണും. ഇസ്രായേൽ പാളയത്തിനകത്ത് 25,000 പട്ടാളക്കാർ, 15 കുഞ്ഞു വിമാനമേ ഉള്ളൂ. ഭാരപ്പെടണ്ട, അവരിലില്ലാത്ത ഒരുവൻ നമ്മുടെ പാളയത്തിലുണ്ട്. കരമുയർത്തുന്നവർക്ക് അതാ വരാ. പ്രിയപ്പെട്ടവൻ പറഞ്ഞു അവരിലില്ലാത്ത ഒരുവൻ നമ്മുടെ പാളയത്തിലുണ്ട്, അവന്റെ പേരാ യുദ്ധ ദിവസത്തിൽ വീരനായ യഹോവ. 12 മണിക്ക് അയാൾ മുട്ടുമടക്കിയെന്ന ചരിത്രം എല്ലാവരും കേൾക്കട്ടെ, അമ്മമാരും അച്ഛന്മാരും എല്ലാം കേൾക്കട്ടെ. 12 മണിക്ക് പഴയ നിമരത്തിൻ്റെ തോറയുടെ ചുരുളെടുത്തു. ബാക്കിയുള്ളവരെടുത്ത് പറഞ്ഞു നിൽക്കാൻ അയാൾ വലിയൊരു യഹോവ ഭക്തനായിരുന്നു. ആ കാലത്ത് അവൻ മുട്ടുമടക്കി 4 മണിക്കൂർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് അവനോട് ഇടപെട്ടു. വെളുപ്പിന് 3 മണി 3 വിമാനം എടുക്കാൻ പറഞ്ഞു. എന്താ പറഞ്ഞ? ദൈവാത്മാവ് ഇടപെട്ടിട്ട് ഇപ്പൊ പോണ ഈജിപ്തിൻ്റെ വിമാനത്താവളത്തെ തകർക്കണം. ഇന്ന് രാത്രി എല്ലാവരോടും ഞാൻ പറയാം, പ്രസംഗിക്കുന്നവന് ലോകം മുഴുവൻ അറിയും, സ്റ്റേജിൽ പാടുന്ന കുഞ്ഞുങ്ങളെ ലോകം മുഴുവൻ അറിയും, സഭയുടെ നേതാക്കളെ ലോകം മുഴുവൻ അറിയും. ഇന്ന് രാത്രി അപ്പച്ച അമ്മച്ചി നാട്ടുകാര് മുട്ടുമടക്കി 4 മണിക്കൂർ കരയുന്നവനെ അറിയുന്നവനെ സ്വർഗത്തിലെ ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് നിന്റെ പേര് കമ്മിറ്റി കാണത്തില്ല, നിന്റെ പേര് പോസ്റ്ററിൽ കാണത്തില്ല, നിന്റെ പേര് ബാനറിനകത്ത് കാണത്തില്ല. ഇന്ന് രാത്രി സാത്താൻ ഇയ്യോബിനെ സന്ദർശിച്ചു. അവരെവിടെ പോയി? ഒന്ന് മേളിലോട്ട് പോയി. സ്വർഗം ചോദിച്ചത് വെള്ളറുടെ റോഡ് വന്നോല്ല, അദാനി പോർട്ട് തുറമുഖം വന്നോന്നല്ല, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പുതിയ ടെർമിനൽ വന്നോന്നല്ല. എന്റെ ഭക്തനായ ഇയ്യോബിന്റെ മേൽ നീ കണ്ണുവെച്ചോ. കരമുയർത്തുന്നവർക്കാൽ അമ്മാമെ അറിയേണ്ടവർ അറിയത്തില്ല, അച്ചായ നാട്ടുകാർ നിന്നെ തള്ളിക്കളയും. എന്നാൽ 4 മണിക്കൂർ മുട്ടുമടക്കുന്നവനെ അറിയുന്നവനാ സ്വർഗത്തിലെ ദൈവ. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവനാ സ്വർഗത്തിലെ ദൈവ. അവൻ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരുന്നവനാ സ്വർഗത്തിലെ ദൈവ. ഇന്ന് രാത്രി വചനം ചലിക്കട്ടെ. സ്തോത്രം. നിരന്തരമായി പ്രാർത്ഥിക്കുന്നവന് വേണ്ടി വഴികൾ തുറക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, 150 മീറ്റർ ഉയരത്തിലെ റഡാർ കിട്ടത്തോളൂ വിമാനം. 3 കമാൻഡർമാരെ വിളിച്ചു. എല്ലാവരും കേൾക്കണേ. അവരോട് പറഞ്ഞു, ഒന്നീ നിങ്ങളുടെ ജീവൻ പോയാൽ നിങ്ങൾ വിഷമിക്കേണ്ട, ഒരു രാജ്യം നിങ്ങൾക്ക് കിട്ടാൻ പോവാം. 3:30 ആയപ്പോൾ എല്ലാം കടന്നുറങ്ങുക. 3 വിമാനം ഈ പട്ടാളക്കാർ കടന്നുറങ്ങുന്ന സമയത്ത് 150 മീറ്റർ താഴെ നമ്മുടെ മരത്തിൻ്റെ ഇടയ്ക്കൂടെ പോകുന്ന പോലെ ഇസ്രായേലിൽ നിന്ന് പോയി. മിനിറ്റ് കൊണ്ട് 30 മിനിറ്റ് കൊണ്ട് ഈജിപ്തിൻ്റെ എയർപോർട്ടിലോട്ട് ഇറങ്ങി. അവിടെ 300 വിമാനം കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് ഒറ്റയിടി ചോത്രം എല്ലാം കൂടെ അവിടെ വെച്ചങ്ങ് തീർന്നു. ആ സമയത്ത് ഈജിപ്റ്റ് നിലവിളിക്കാൻ തുടങ്ങി. അന്നേരം 25,000 പട്ടാളക്കാരെ ഇസ്രായേലുകാരുള്ളായിരുന്നു. ഈ വിമാനം തകർന്നപ്പോൾ അവരുടെ കയ്യിരിക്കുന്ന തോക്കെല്ലാം എടുത്ത് ഒറ്റ വെടി സിറിയയുടെ മണ്ടയ്ക്ക് ഗോലാൻ കുന്നിലോട്ട് കയറ്റി. ഉടനെ ഈജിപ്തിലെ നാസർ പറഞ്ഞു, ഞങ്ങൾ യുദ്ധം നിർത്താം മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. 6 രാജ്യങ്ങൾ 1967 ഒരു കുഞ്ഞൻ കേരളത്തിലെ 4 ഡിസ്ട്രിക്ട്, കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട, അവനോട് കളിക്കാൻ വന്നിട്ട് അവർ ഗുഡ് ബൈ പറഞ്ഞു. 1967. ഇന്ന് 2025. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഞാൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളെയല്ല, എങ്ങനെങ്കിലും വെടിനിർത്തണന്മാർ കൊലപാതകന്മാരാണ്. പക്ഷേ ഇവന് ദൈവം കൊടുത്ത ബുദ്ധി ഭയങ്കരമാണ്. സ്വോത്രം. അവനോടെങ്ങാനും വല്ലവരും അടിച്ച് നിൽക്കാൻ പറ്റുമോ? എന്നാൽ ട്രംപിനോടും പറഞ്ഞു, ചേട്ടാ മര്യാദയ്ക്ക് എന്തില്ല നിങ്ങളെ കൈകാര്യം ചെയ്യുന്നു. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. പണ്ടൊരു പയ്യനുണ്ടായിരുന്നു, നാടൻ മലയാളം, അവൻ്റെ പേരായിരുന്നു ദാവീദ്. അവ ഇവിടെ 5 മരങ്കാലി LP സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നത്, 4ാം ക്ലാസ്. മനസ്സിലാകുന്നവർക്കായി. നമ്മുടെ പന്നിമലയുടെ അവിടെ ഒരുത്തൻ വന്ന് നിൽക്കുക, ഗോലിയാത്ത്. അപ്പോൾ എല്ലാ ദിവസവും നാട്ടുകാരെ വിറപ്പിക്കുക വെള്ളറുടെ. അവർ സ്കൂളിൽ വന്ന് ടീച്ചറോട് പറഞ്ഞു, ടീച്ചർ ഞാൻ പന്നിമല വരെ പോവാന്ന്. സ്വോത്രം. അപ്പോൾ ടീച്ചർ ചോദിച്ചു, എന്തിനാ? അവിടെ ഒരു വലിയ പുള്ളിയുണ്ട് കാണട്ടെ. ഞാൻ വെള്ളറുടെ ആറാട്ടുകൂടി കൂടെ പോയപ്പോൾ നാട്ടുകാരെല്ലാം ചോദിച്ചു, കുഞ്ഞു പയ്യ നീ എങ്ക പോയത്? അവൻ പറഞ്ഞു, ദാവീദിനെ ഗോലിയാത്തിനെ പാക്കാനായിട്ട്. കൊച്ചു പയ്യൻ. അവിടെ ചെന്നപ്പോൾ പന്നിമലയുടെ മേളിൽ ദാ നിൽക്കുന്നു. ആരാ? ഗോലിയാത്ത്. ഗോലിയാത്ത് ചോദിച്ച്, ഈ ചിന്ന കുളന്ത് എങ്ക നിന്ന് വന്നിരിക്കുന്നത്? സ്വോത്രം. നീ എവിടെയെന്ന് വന്നത്? ഉടനെ ദാവീദ് പറഞ്ഞു, നീ മിണ്ടാതിരി, നീ നിന്റെ ദേവന്റെ നാമത്തിൽ വന്നു, ഞാൻ യഹോവയുടെ നാമത്തിൽ നിന്റെ മുൻപിൽ നിൽക്കുന്നു. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. വിജയമാരുടെ കയ്യിൽ. ഫെലിസ്ത്യരുടെ കൂടാരത്തിനകത്ത് 40 ദിവസം വിറപ്പിച്ച് ഒരു ഗോലിയാത്തിനെ സെക്കൻഡ് കൊണ്ട് തീർക്കുക. ഒരു യഹൂദ ബാലക ചെറുക്കനായ ദാവീദിന്റെ കണ്ണുനീരിനകത്ത് ദൈവകരം ഇറങ്ങി വന്നെങ്കിൽ അവനെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല. അതാ ഇസ്രായേൽ പറയുന്നത്. അവരാദ്യം പറയുന്നത് എന്താ പറയുന്നത്? ഞങ്ങൾ യഹോവയുടെ നാമത്തിൽ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി അന്ന് യെരൂശലേം ആരുടെ കയ്യിലാണ്? ഇസ്രായേലിന്റെ കയ്യിലാണ്. ഈ യെരൂശലേമിനെതിരെ അന്തിമ യുദ്ധം. അതിനനുസരിച്ച് കോവിഡ് കാലത്ത് ഒരു സംഭവം നടന്നു. 2017
നമ്മുടെ ട്രംപ് ചേട്ടൻ ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി. ഇതാ ഭാരമുള്ള കല്ലാകുന്നു. 3 പ്രഭാഷമായി. 1 ജെറുസലേം, 2 പരിഭ്രമ പാത്രം 1967 കയ്യിലാക്കിയവന്മാര്, 3 ട്രംപ് ദാ ഭാരമുള്ള കല്ലാക്കി. മോൾ എംബസി തുറന്നു. UN-നകത്ത് നിന്ന് ഇസ്രയേൽ ജൂതരാഷ്ട്രം. അങ്ങനെയെങ്കിൽ ഇനി ഇപ്പൊ സകല യഹൂദന്മാരും മടങ്ങി വരുന്നു. കോവിഡ് കാലത്ത് ഈ ട്രംപ് ഈ വിഷയം ബെഞ്ചമിൻ നെതന്യാഹു ഇത് പറഞ്ഞു, യഹൂദന് മടങ്ങി വരാൻ ആരും വന്നില്ല. ആ സമയത്ത് ഇപ്പതാ 2021 ഒക്ടോബർ 7 ആക്രമണം നടന്നപ്പോൾ സകല യഹൂദന്മാരും ഇസ്രയേലിലേക്ക് മടങ്ങി വരുന്നു. ഇന്ന് നിങ്ങളുടെ മൊബൈലിൽ അടിച്ചാൽ ഒരു വാർത്ത കിട്ടും. റോഷ് ഹോശന്ന, ഇസ്രയേലിലെ ടെല്ലവീവ് എയർപോർട്ടിനകത്ത് ഒരു കൂടാറ്. നമ്മുടെ ഇവിടെ ബഹുമാനപ്പെട്ട ജോയ് പാസ് ഒരു ടെന്റ് അടിച്ചിരിക്കുന്നവർ വരുന്നവർക്ക് ചായ കാപ്പി എല്ലാം കൊടുത്ത് വണ്ടി കയറ്റാൻ തയ്യാറായിട്ടിരിക്കോ സകല യഹൂദന്മാർ. അതിനോടനുബന്ധിച്ച് പ്രവചനങ്ങളായതല്ല. ഇന്ന് രാത്രി 2ാമത്തെ കാര്യം, ദാവീദും ഗോലിയാത്തും ഏറ്റുമുട്ടിയ ഒരു താഴ്വരയുണ്ട്, ഏലാ താഴ്വര. അവിടെ ലൈഫ് മിഷൻ വെള്ളറുടെ വീട് പണിയുന്നത് പോലെ മടങ്ങി വരുന്ന യഹൂദന് വേണ്ടി വീട് പണിയുന്നു. 3ാമത്തെ കാര്യം, ഇന്ന് രാത്രി നമ്മുടെ കൺവെൻഷൻ കോട്ടയം വിളയിൽ ആരംഭിക്കാൻ നോട്ടീസ് അടിച്ചപ്പോൾ 3ാമത്തെ സംഭവം നടന്നു. 6000 വീടിന് വേണ്ടി ഇപ്പൊ നെതന്യാഹു കല്ലിട്ട് കഴിഞ്ഞു. എല്ലാ യഹൂദനും മടങ്ങി വരാം.